നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി ജലീലിനെ കേന്ദ്രീകരിച്ചുള്ള സമരവും രാഷ്ട്രീയ വിചാരണയുമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഇത് തുറന്നുകാട്ടി പ്രതിരോധിച്ച് LDFും വിശുദ്ധ മതഗ്രന്ഥത്തെ അവഹേളിക്കുന്ന രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ കൂടി ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയാക്കി CPM പ്രതിപക്ഷ നീക്കത്തെ നേരിടുന്നു. ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രി V മുരളീധരന് തിരിച്ചടിയായി NIAയുടെ നിലപാട്. നയതന്ത്ര ചാനലിലൂടെ പ്രതികൾ വൻതോതിൽ സ്വർണം കടത്തിയെന്ന് NIA കോടതിയിൽ ആവർത്തിക്കുകയാണ്. UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം അനിവാര്യമാണെന്നും NIA കോടതിയിൽ ഇതാദ്യമായി വളരെ വ്യക്തമായി പറയുന്നു. കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. നയതന്ത്ര ചാനലിലൂടെയല്ല സ്വർണം കടത്തിയതെന്നും കോൺസുലേറ്റിന് സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവർത്തിച്ചു പറഞ്ഞത്. ഇതിനിടയിലാണ് NIAയുടെ രേഖാമൂലം കോടതിയെ സമർപ്പിച്ച വിവരങ്ങൾ ഊഹാപോഹങ്ങൾക്കും അത്തരം ഭാവനകൾക്കും അപ്പുറം ഒരു ചർച്ചകളെ, മാധ്യമ വാർത്തകളെ സാധൂകരിക്കുന്ന, മാധ്യമ ചർച്ചകൾക്ക് ബലം പകരുന്ന രേഖകൾ തന്നെ NIAയുടേതായി പുറത്തേക്ക് വരികയാണ്. അതടക്കമുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് ആധാരമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ഉയരുന്ന രണ്ട് ചോദ്യങ്ങൾ, ഈ രണ്ട് വിഷയങ്ങൾ, ആദ്യവും രണ്ടാമതുമായി സൂചിപ്പിച്ച രണ്ട് വിഷയങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. സമരരംഗത്ത് തന്ത്രം പാളിയ പ്രതിപക്ഷമോ? മറ്റൊന്ന്, NIA റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും പ്രതിക്കൂട്ടിലോ? ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് MLA ശ്രീ M സ്വരാജ്, അതുപോലെ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, BJP നേതാവ് ശ്രീ ശിവൻകുട്ടി, വക്താവ് ശ്രീ C ശിവൻകുട്ടി, അതുപോലെ തന്നെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിനീത് കുമാർ എന്നിവരാണ് ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം ശ്രീ സ്വരാജ്, ഇന്നലെ ജലീലിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം ആ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വാർത്തകളായി എങ്ങനെയൊക്കെ ആയിരുന്നു എന്നെല്ലാവരും കണ്ടതാണ്. ഏതൊക്കെ തരത്തിലുള്ള സമരമാണ് സംഭവിച്ചത് എന്ന് കണ്ടതാണ്. രാത്രിയിൽ അതിനുശേഷം വന്ന ചർച്ചകളിൽ ആ സമയത്ത് വന്ന മാറ്റം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം ഇന്നും സമരം ആവർത്തിക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇന്നലത്തേതിനു ശേഷം ഇന്ന് ഈ രാത്രി വരെയുള്ള ഒരു സമയത്തെ, ആ മണിക്കൂറുകളെ സ്വരാജ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളും ശ്രദ്ധേയമായ കാര്യങ്ങളുമാണ് സ്വരാജിന്റെ കണ്ണിൽ, കാഴ്ചയിൽ സംഭവിച്ചിട്ടുള്ളത്? ഒരു വലതുപക്ഷ ജീർണതയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞ് എന്തുകൊണ്ടെന്നാൽ ഇന്നലെ രാത്രിയിലെ ടെലിവിഷൻ അവസാനമായപ്പോഴേക്ക് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം, BJPയും നാണമെന്നൊന്നുണ്ടെങ്കിൽ അത് കെട്ട് അഴുകിപ്പോയ. അവർ പറഞ്ഞത് ഇതാ മന്ത്രിയുടെ പേരിൽ കേസെടുക്കാൻ പോകുന്നു, പ്രതിയാകാൻ പോകുന്നു, പ്രതി എന്ന നിലയിലാണ് ചോദ്യം ചെയ്തതെന്നൊക്കെ സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. ആ നോട്ടീസിൻ്റെ മുകളിലത്തെ പല ആങ്കർമാരും മടിച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷെ അത് വന്നതോടുകൂടി അതൊക്കെ പൊളിഞ്ഞുപോയി. എന്നാലും ഇന്ന് വീണ്ടും സമരവുമായി ാണ്. ഈ ചർച്ചയിലുള്ള UDFിൻ്റെ അല്ലെങ്കിൽ BJPയുടെ രണ്ടും ഒരേ നിലപാട് തന്നെയാണ്. അവർ പറയട്ടെ, എന്തിന് രാജിവെക്കണം അദ്ദേഹം? എന്തിനാണ് രാജിവെക്കേണ്ടത്? ഈ അന്വേഷണ ഏജൻസികളുടെ മുൻപിൽ മൊഴി കൊടുത്തതിനാണോ രാജിവെക്കേണ്ടത്? അതാണെങ്കിൽ ഉറപ്പിച്ചത് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, നമ്മുടെ രാജ്യത്ത് ആരൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട്? അതിൻ്റെ പേരിൽ ആരൊക്കെ രാജിവെച്ചിട്ടുണ്ട്? കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരിൽ ഒന്നും രണ്ടുമായി എണ്ണപ്പെടുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഏത് കേസിലാണ് പ്രതിയായി നിൽക്കുന്നത്? നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിയായി കോടതി കയറി ഇറങ്ങുകയല്ലേ? അവരിപ്പോഴും ലോക്സഭാംഗങ്ങളായിട്ട് നിൽക്കുകയല്ലേ? മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ലോക്സഭാംഗങ്ങൾ എവിടെയൊക്കെ എത്ര പേർ മൊഴി കൊടുത്തിട്ടുണ്ട്? രാജി എന്ന ആവശ്യമുണ്ടെങ്കിൽ തരാതരം പോലെ പറയുകയാണോ ചെയ്യുക? അവർ വിശദീകരിക്കട്ടെ. അല്ലെങ്കിൽ ഇനി ചോദ്യം ചെയ്യലല്ല പ്രശ്നമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ് കുറ്റം ഇവർ പറയട്ടെ. എന്താണ് കുറ്റം അതവർ വിശദീകരിക്കട്ടെ. എന്തിന് രാജിവെക്കണം? വ്യക്തം, കൃത്യമായിട്ട് പറയട്ടെ. ഈ ചർച്ചയിൽ പറയട്ടെ, എന്താണ് അവരുടെ പോയിന്റ്, ആർഗ്യുമെൻ്റ് എന്താണ്? അത് വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. അതിന് പകരം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ശരി, എണ്ണിയാലൊടുങ്ങാത്ത സമര പോരാട്ടങ്ങളുടെ മഹാപൈതൃകമുള്ള കേരളത്തിൻ്റെ ചരിത്രത്തെ പൂർണ്ണമായി ആക്ഷേപിക്കുകയല്ലേ, അവഹേളിക്കുകയല്ലേ? മഷിക്കുപ്പിയുമായിട്ട് തെരുവിലിറങ്ങി സമരം നടത്തുന്നത്. ഇവർ സമരങ്ങളെ മുഴുവൻ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? നല്ലൊരു സമര പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷേ മഷിക്കുപ്പിയായിട്ട് ആരും സമരത്തിൽ പോയ അനുഭവമില്ല. 2 കൊല്ലം മുമ്പ് ഇത് കണ്ടു, സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ നമ്മൾ കണ്ടു. ഇത് ആരെ കബളിപ്പിക്കാനാണ്? ഇവരുടെ ഹീനമായ മനസ്ഥിതി വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കുറച്ചുനാൾ മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ബഹുമാന്യനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ഉള്ളിലിരിപ്പ് പറഞ്ഞില്ലേ? ഈ കോവിഡ് കാലത്ത് കോവിഡിനെ പ്രതിരോധിക്കുന്നതിൻ്റെ മേന്മയൊക്കെ പറഞ്ഞപ്പോൾ
അതിലൊന്നും കാര്യമില്ല. ഒരു പ്രളയം വരാൻ പോകുന്നു, അത് കഴിഞ്ഞാൽ വരൾച്ച, അതിലാണ് ഇവരുടെ പ്രതീക്ഷ. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്ന കേരളമാണ് ഇവർ സ്വപ്നം കാണുന്നത്. ഭരണപരാജയം ആരോപിച്ചുകൊണ്ട് അതിലൂടെ അധികാരത്തിലേക്ക് വരാനാകുമോ എന്നാണ് ഇവർ നോക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ചെയ്യുന്നവർ ജനവിരുദ്ധരല്ലേ? ഇനി സമരം ചെയ്തേ തീരൂ, നിങ്ങൾ ചെയ്യ സമരം. അത് കോവിഡ് വ്യാപനത്തിന് സഹായിക്കും വിധം പ്രോട്ടോകോൾ ലംഘിച്ച് ചെയ്യണം എന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? എന്തിനാണ് അതിൽ വാശി പിടിക്കുന്നത്? ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? കോവിഡ് മാനദണ്ഡം പാലിച്ച് ഈ നാട്ടിൽ എത്ര സമരം നടന്നു? കേരളത്തിൽ ഞങ്ങൾ നടത്തിയല്ലോ 2 ലക്ഷം കേന്ദ്രങ്ങളിൽ 5 പേരെ വീതം അണി നടത്തി 10 ലക്ഷം പേരുള്ള സമരം കേന്ദ്രത്തിനെതിരെ നമ്മൾ നടത്തി സമരം. ഞങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിൻ്റെ വല്ല പരാതിയും വന്നോ ഞങ്ങൾക്ക് നേരെ? ഇന്നലെ ഒരു കേന്ദ്രമന്ത്രി രാജിവെച്ചല്ലോ കർഷക ദ്രോഹ നയങ്ങളുടെ പേരിൽ. കോൺഗ്രസ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അതിൽ അവരൊരു സമരം നടത്തിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ മലയാളിയായ കേന്ദ്ര സഹമന്ത്രി ഇതിൽ പ്രതിയാണ് എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിലും അദ്ദേഹം രാജിവെക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇവരുടെ ആവശ്യം എന്താണ്? അത് ചോദിക്കാം സ്വരാജ്, അത് ചോദിക്കാം. അഡ്വക്കേറ്റ് നിയാസ്, സ്വരാജ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്നലത്തേതിന് ശേഷം ഇന്നും സമരത്തിന്റെ തുടർച്ച. പക്ഷേ ഇന്നലെ കണ്ട ആവേശം ആ നിലയിൽ ഇന്ന് ഈ സമരങ്ങളിൽ ഉണ്ടായില്ല. സ്വാഭാവികമായി സമര തീവ്രതയിൽ സംഭവിക്കാവുന്ന ഒരു കുറവ് എല്ലാ സമരങ്ങൾക്കും എല്ലാ കാലത്തും ഉണ്ടാകും. ആ കുറവ് മാത്രമാണോ, അതോ നിങ്ങൾ ഉദ്ദേശിച്ച നിലയിൽ കാര്യങ്ങൾ മാറാതെ വന്നതിൽ സംഭവിച്ചൊരു നിരാശയുണ്ടോ? സ്വരാജ് ചോദിച്ച നേരിട്ടുള്ള ആ ചോദ്യത്തിലേക്ക്, ഇപ്പോൾ മന്ത്രി ജലീൽ രാജിവെക്കണം എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ എന്താണ്? അതാണ് സ്വരാജ് ചോദിച്ചത്. എന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണല്ലോ മന്ത്രി രാജിവെക്കണം എന്ന്. ഇന്നും ആ നിലപാടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് സ്വരാജ് പറയുന്നത്. മിസ്റ്റർ സ്വരാജ്, അങ്ങേക്ക് പറയുവാൻ മറ്റൊരു വാദമില്ലാത്തതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെയൊരു ഡിഫൻസ് എടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങയെക്കുറിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. നാവ് കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാലമാണ്. അങ്ങയുടെ പ്രസംഗം, അങ്ങ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നടത്തിയ പ്രസംഗം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അങ്ങ് ചോദിച്ച ചോദ്യം, അങ്ങ് പറഞ്ഞത് വലതുപക്ഷ ജീർണതയാണ്. അങ്ങ് അത്യാവശ്യം നിയമകാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ്, അങ്ങൊരു നിയമസഭാംഗമാണ്, അങ്ങ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ അങ്ങക്ക് നിവൃത്തിയില്ല, അങ്ങക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ. ഞാനൊരു അഭിഭാഷകനാണ്, ബാർ കൗൺസിൽ അംഗമായിരുന്നു, സർക്കാരിൻ്റെ ഗവൺമെൻറ് പീഡറായി ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിയാണ്, നിയമവ്യവസ്ഥയെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിയുന്നൊരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങ് ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ച് അങ്ങ് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങ് മനസ്സിലാക്കണം, ഇവിടെ സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ബോധ്യവുമില്ല എന്നൊക്കെയാണ്. ഇഗ്നോറൻസ് ഒരു മന്ത്രിക്ക് അവകാശപ്പെട്ടതാണോ? അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു കോളേജ് അധ്യാപകനായി ജോലി ചെയ്ത അറിവും വിവരവുമുള്ള വായിക്കാനും എഴുതാനും അറിയുന്ന ഒരു വ്യക്തിക്ക് നിയമം അറിയില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇവിടെ വളരെ വ്യക്തതയോടുകൂടി 2012 അമെൻമെൻറ്റ് പ്രകാരം ഒരു ബാഗേജിൽ, അത് നയതന്ത്ര ബാഗേജ് ആണെങ്കിൽ ഉൾപ്പെടെ വളരെ വ്യക്തമാണ്. ഞാനത് വേണമെങ്കിൽ അങ്ങ് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. ഞാനത് വായിക്കാം അങ്ങയോട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, കൃത്യമായി പറയുന്നു, അത് റിലീജിയസായി ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ടൂറിസം മേഖലയിൽ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഒരു കാരണവശാലും അത് എക്സംഷന് അനുവദനീയമല്ല എന്ന് പറയുന്നു. രണ്ടാമത്തത്, നയതന്ത്ര ബാഗേജ് ആണെങ്കിൽ പോലും ഇതുപോലെയുള്ള കാര്യത്തിൽ എക്സംഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എക്സംഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ അത്തരം എന്ന് പറയുന്നത് കസ്റ്റംസ് ക്ലിയറൻസിന് വേണം എന്നല്ലേ പറയുന്നത്? അതെ, കസ്റ്റംസ് ക്ലിയറൻസിന് അത്യാവശ്യമാണ്. ഈ കസ്റ്റംസ് ക്ലിയറൻസ് വാങ്ങേണ്ട ആള് മന്ത്രി ജലീലാണോ? ഞാൻ പറയാം. ഞാൻ പറയാൻ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറയാം, കൃത്യമായി പറയാം. അങ്ങ് പറയേണ്ടത്, ഒരു മന്ത്രിയുടെ ജോലി, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രിയുടെ പണി ഒരു വിദേശ രാജ്യത്തെ കൺസൾട്ടൻസ് ഒരു നയതന്ത്ര മന്ത്രാലയം തരുന്ന പാർസൽ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുകൊടുക്കലാണോ സ്വരാജെ? അങ്ങനെയാണോ അങ്ങ് പഠിച്ചിട്ടുള്ളത്? ഇവിടെ ഇതിനു മുമ്പ് മന്ത്രിമാരുണ്ടായിരുന്നു, ഇതിനു മുമ്പും നിരവധികളായ നയതന്ത്ര സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവിടെ ഒന്നും ഒരു മന്ത്രിയും, ഒരു സംസ്ഥാനത്തെ മന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും നയതന്ത്ര പാർസൽ തരികയും ആ തരുന്ന സ്ഥലമൊക്കെ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയി അത് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുകൊടുക്കുന്ന ഉത്തരവാദിത്തത്തിനല്ല അങ്ങ് ചെയ്തിട്ടുള്ളൂ. നമ്പർ ടു പറയാം. ഞാൻ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് നിയാസ്, അതായത് നിങ്ങൾ ഇപ്പോൾ സ്ഥാപിക്കുന്നത്
ചട്ടലംഘനം ഇപ്പോഴും അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു അല്ലേ? രണ്ടാമത്തത് അപ്പോൾ ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി മന്ത്രിയെ ബന്ധപ്പെടുത്തുന്ന ഒരു ആരോപണം ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? ഞാൻ അത് മതഗ്രന്ഥങ്ങളുടെ മറവിൽ ഈ കള്ളക്കടത്തിന് മന്ത്രി ജലീൽ കൂട്ടുനിന്നു എന്നൊരു ആരോപണം നിങ്ങൾക്ക് ഇപ്പോഴുണ്ടോ? സമരരംഗത്തുള്ള വളരെ വ്യക്തമായി ഞാൻ പറയാം. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് സ്വപ്നയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകളെ ഇതിന് പ്രതി ചേർക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കും. കള്ളക്കടത്ത് കേസിൽ സ്വപ്ന പറഞ്ഞിരിക്കുന്നത് ഏത് കാര്യങ്ങളിലാണ്? അഡ്വക്കേറ്റ് നിയാസ്, ഞാൻ ചോദിച്ചത്, എനിക്ക് സംശയം താങ്കൾ പറയുന്നത് കേൾക്കുമ്പോഴാണ്. കള്ളക്കടത്തിന് ശിവശങ്കർ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന സ്റ്റാൻഡാണോ താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചത്? താങ്കൾ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആണോ? സ്വപ്ന ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും, കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ശിവശങ്കറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഞാനൊരു കാര്യം പറയാലോ, അതായത് സ്വർണ്ണക്കള്ളക്കടത്തിൽ താങ്കൾ പറയുന്നത് പോലെ ശിവശങ്കറിനെ ബന്ധപ്പെടുത്തുന്ന ഏത് ആധികാരികമായ പശ്ചാത്തലമാണ് താങ്കളുടെ മുമ്പിലുള്ളത്? ഞാൻ പറയാം. ശിവശങ്കർ എന്ന് പറയുന്ന വ്യക്തി 100% ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലുമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൽ സ്വപ്ന സുരേഷ് സ്വർണ്ണക്കള്ളത്തിന് പ്രധാന പ്രതിയാണല്ലോ, സംശയമില്ലല്ലോ. ആ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് നടന്ന ഏർപ്പാടുകളാണ് ഇതിലുള്ള. ഇവിടെ കൃത്യമായി പറയാം. ഇവിടെ അദ്ദേഹം പറയുന്നു, ഞാൻ ഇതിലാവശ്യമായ ഇത്രയും പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഖുർആനുകൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ആ ഖുർആന്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണല്ലോ. സർ, ഞാൻ ചോദിച്ചത് സ്വർണ്ണ കള്ളക്കടത്തും വിശുദ്ധ ഖുർആന്റെ ആ വരവും അത് രണ്ടും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു സംശയം, ആരോപണം നിങ്ങൾക്കുണ്ടോ? 100% ഉണ്ട്. ഞാൻ പറയാലോ, സ്വർണ്ണക്കള്ളക്കടത്തിലെ ഈ ഖുർആനിന്റെ പേര് ഉപയോഗിച്ച് ഖുർആനിലൂടെ കൊണ്ടുവന്നതും സ്വർണ്ണമാണ്, കാരക്കയിലൂടെ കൊണ്ടുവന്നതും സ്വർണ്ണമാണ്, സർക്കാർ റംസാൻ കിറ്റ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നതും സ്വർണ്ണമാണ്. അല്ല എന്ന് സ്ഥാപിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ സ്വപ്ന സുരേഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് വന്നിരിക്കുന്നു. ആ സ്വപ്ന സുരേഷ് കൊണ്ടുവന്നിരിക്കുന്നതും സ്വപ്ന സുരേഷ് ജലീലുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നതുമായ ഇടപാടുകൾ എല്ലാം ഒന്നൊന്നായി തെളിഞ്ഞു വരികയാണ്. അഡ്വക്കേറ്റ് നിയാസ് രണ്ട് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അത് വളരെ വിശദമായി പല നിലകളിൽ അദ്ദേഹം പറയുന്നു. പക്ഷേ അതിൽ നിന്ന് സ്വരാജിന് ഇപ്പോഴും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഈ ചില ബോധ്യങ്ങളുടെ പേരിലാണ് എന്നാണ് അഡ്വക്കേറ്റ് നിയാസ് പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്താണ് മറുപടി കൊടുക്കുക അദ്ദേഹത്തിന്? എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം പറയുന്നു ഖുറാൻ എന്ന പേരിൽ വന്നത് സ്വർണ്ണമാണ്. അദ്ദേഹം പറയുകയാണ്, കോൺഗ്രസിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാവ് ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യം ഉണ്ടാവണം. അദ്ദേഹം അഭിഭാഷകനാണ്. അപ്പോൾ അദ്ദേഹം അതിനെ സംബന്ധിച്ച തെളിവുകൾ, വസ്തുതകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവണം. ഖുറാനായി കൊണ്ടുവന്നത്, ഖുറാൻ എന്ന പേരിൽ കൊണ്ടുവന്നത് സ്വർണ്ണമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. 14 കിലോയുടെ കുറവ് ഉണ്ട് എന്ന് NIAക്കും കസ്റ്റംസിനും ബോധ്യപ്പെട്ടു. ഖുർആന്റെ പേരിൽ അങ്ങ് ഇറക്കി എന്ന് പറയുന്ന, അങ്ങയുടെ മന്ത്രി ഇറക്കി എന്ന് പറയുന്ന ആ തൂക്കത്തിൽ 14 കിലോയുടെ ഷോർട്ടേജ് വന്നു. ആ ഷോർട്ടേജിലാണ് ഖുർആന്റെ പേരിൽ 14 കിലോ എന്ന് പറയുന്നത്. താങ്കളുടെ അവസരത്തിൽ അദ്ദേഹം ഇടപെട്ടില്ല, പക്ഷേ ഇടപെട്ടൊരു തർക്കം ഉന്നയിച്ചു, അത് കേട്ടു. ഇനി അദ്ദേഹം പറയട്ടെ. അതെ, അല്ല, ഞാൻ പറയുന്നത് സ്വർണം, ഖുറാൻ എന്ന പേരിൽ വന്നത് സ്വർണ്ണമാണെന്നും ഈന്തപ്പഴം എന്ന പേരിൽ വന്നത് സ്വർണ്ണമാണെന്നും റംസാൻ കിറ്റ് എന്ന പേരിൽ വന്നത് സ്വർണ്ണമാണെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ അദ്ദേഹത്തിന് ആ ആരോപണത്തിലേക്ക് നയിച്ച തെളിവ് അങ്ങ് പറഞ്ഞാൽ നമ്മുടെ തർക്കം തീരൂലേ? ആ തെളിവ് അദ്ദേഹത്തിന് അന്വേഷണ ഏജൻസിക്ക് കൈമാറിക്കൂടെ? അതിനപ്പുറമുള്ളതെല്ലാം ആരോപണമാവില്ലേ? ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, വാദത്തിന് വേണ്ടി സമ്മതിക്കാം, ഖുറാൻ എന്ന പേരിൽ വന്നത് സ്വർണ്ണമാണ് എന്ന് നമ്മൾ വാദത്തിനങ്ങ് സമ്മതിക്കുകയാണെന്ന് കരുതുക. ഈ ഖുറാൻ അയച്ചതാരാണ്? ആ പെട്ടിയുടെ പുറത്തുള്ളത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അങ്ങ് കണ്ടില്ലേ? ഗവൺമെൻറ് ഓഫ് UAE, തിരുവനന്തപുരത്തെ UAE കോൺസൽ ജനറലിന് അയച്ചിട്ടുള്ള പാർസലാണത്. അത് ക്ലിയർ ചെയ്തത് നമ്മുടെ കസ്റ്റംസാണ്. ആ സ്വർണ്ണമാണ് അതിൽ കുത്തി നിറച്ചിരുന്നെങ്കിൽ മറുപടി പറയേണ്ടത് ശ്രീ KT ജലീലാണോ? ദുബായ് ഭരണാധികാരി ഈ രാജ്യത്തെ കോൺസുലേറ്റിലെ ജനറലിന് അയച്ച ഖുറാൻ പാർസൽ 218 എണ്ണം അവർ വിതരണം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇവിടുത്തെ വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, ഇത് വിതരണം ചെയ്യാൻ സഹായിക്കാമോ? അത് അദ്ദേഹം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയതല്ല.
അദ്ദേഹം അത് വാങ്ങി 2 സ്ഥാപനങ്ങളിൽ, മതസ്ഥാപനങ്ങളിൽ എത്തിച്ചു കൊടുത്തു. വിശ്വാസിയായ ഒരു മന്ത്രി, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി, വഖഫിന്റെ ഒരു മന്ത്രി, നമ്മളുമായി സാഹോദര്യ ബന്ധം പുലർത്തുന്ന UAE എന്ന രാജ്യത്തിന്റെ കോൺസൽ ജനറൽ അദ്ദേഹത്തോട് ഈ സഹായം അഭ്യർത്ഥിച്ചതിന് രേഖയുണ്ടല്ലോ. അങ്ങനെ അഭ്യർത്ഥിക്കുമ്പോൾ അത് സ്വീകരിച്ച് അവിടെ കൊടുത്തു എന്നല്ലാതെ അദ്ദേഹം കൈപ്പറ്റിയോ? FCRA ഒക്കെ നിലനിൽക്കണമെങ്കിൽ അദ്ദേഹം കൈപ്പറ്റണ്ടേ? അങ്ങ് വക്കീലല്ലേ? അദ്ദേഹം അതിന്റെ ഗുണഭോക്താവാണോ? അദ്ദേഹം അത് കൈപ്പറ്റിയ ആളാണോ? അദ്ദേഹം അത് ഇവർക്ക് വേണ്ടി കൈമാറുകയല്ലേ ചെയ്തത്? ഈന്തപ്പഴം ഇവിടുത്തെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തതല്ലേ, കഴിക്കാൻ കൊടുത്തതല്ലേ? ഇതൊക്കെ ക്ലിയർ ചെയ്തത് കസ്റ്റംസ് അല്ലേ? ഇത് സ്വർണ്ണമാണെങ്കിൽ അതിനെക്കുറിച്ച് കസ്റ്റംസ് കേസെടുക്കണ്ടേ? ഇപ്പൊ കേസെടുത്തോ? ഇനി അങ്ങയുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. റംസാൻ കിറ്റ് അവിടുന്ന് കുറെ കിറ്റ് നമുക്ക് തരികയല്ല ചെയ്തത്. അവർ 1000 കിറ്റുകൾ ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനമായി പാവങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം പറഞ്ഞപ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഇത് വാങ്ങി അവിടെ കൊടുത്ത് അതിന്റെ ബില്ല് അവർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് കൊടുത്തത്. 500 രൂപയാണ് ഒരു കിറ്റിന്റെ മൂല്യം. താഴെയുള്ളതോ ഇത്തരത്തിലുള്ള സഹായമൊന്നും ദുബായിൽ നിന്ന് സ്വർണ്ണമായി വന്നു എന്നൊന്നും പറയരുത്. സ്വരാജ്, അതിലും ചട്ടലംഘനമുണ്ട്. ഈ ചട്ടലംഘനം എന്ന് പറയുന്നത് മന്ത്രി ഏതെങ്കിലും വ്യക്തിപരമായ പാരിതോഷികം സ്വീകരിച്ചു എന്ന മട്ടിലാണ്. ഇതിനെ അങ്ങനെയാണ് അവർ കാണുന്നത്. നിയാസ് അതാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ആദ്യന്തം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു ചടങ്ങിൽ UAE കോൺസുലേറ്റിൽ പോയ സമയത്ത് അവർ കൊടുത്ത ഒരു ചായ കുടിച്ചു. അതാണ് ബഹുമാന്യനായ KT ജലീൽ വ്യക്തിപരമായി കൈപ്പറ്റിയിട്ടുള്ളത്. ചായ കുടിക്കുന്ന പ്രോട്ടോകോളിനെതിരാണോ? ഇനി അദ്ദേഹത്തിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോകോൾ ലംഘനമാണ്. പ്രോട്ടോകോൾ ലംഘനത്തെ സംബന്ധിച്ച് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. എന്തെങ്കിലും പ്രോട്ടോകോൾ ലംഘനം ഇതിൽ ഉണ്ടായോ എന്ന് നമുക്ക് പരിശോധിക്കാം. UAE കോൺസുലേറ്റ് ജനറൽ അദ്ദേഹത്തോട് ഹായ് മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് എന്നൊരു മെസ്സേജ് അയച്ചാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാൻ നയതന്ത്ര കാര്യാലയത്തിന്റെ അനുമതി വാങ്ങണം എന്നാണോ പറയുന്നത്? ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അല്ല ഞാൻ ഈ അനുമതി വാങ്ങിയേ എനിക്കിത് കൈമാറാൻ പറ്റൂ എന്ന് പറയണമായിരുന്നോ? ഇനി അത് പ്രോട്ടോകോൾ ലംഘനമാണെങ്കിൽ പ്രോട്ടോകോൾ ലംഘനത്തിന് മന്ത്രി രാജിവെക്കണം. ഞാൻ ഇനി വാദത്തിന് അത് സമ്മതിക്കുകയാണ്. പ്രോട്ടോകോൾ ലംഘനത്തിന് മന്ത്രി രാജിവെക്കണോ? പ്രോട്ടോകോൾ ലംഘനത്തിന് മന്ത്രി രാജിവെക്കണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി 6 തവണ രാജിവെക്കണ്ടേ പ്രോട്ടോകോൾ ലംഘനത്തിന്? പ്രോട്ടോകോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? ലൂട്ടൻസ് ഡൽഹിയിൽ ജനിച്ചു വളർന്ന ഒരാളല്ല ഞാൻ, എനിക്കിതിനെക്കുറിച്ചൊന്നും അത്ര അറിവില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രോട്ടോകോൾ ലംഘനം എന്ന് പറഞ്ഞാൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് കറക്റ്റ് ചെയ്താൽ മതി. അതിന്റെ പേരിൽ ആരും രാജിവെച്ചിട്ടില്ല, ആരെയും ജയിലിലടച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു വരുന്നത് പ്രോട്ടോകോൾ ലംഘനത്തിന് മന്ത്രി രാജിവെക്കണം എന്നാണോ? അതോ സ്വർണ്ണക്കള്ളക്കടത്തിന് രാജിവെക്കണം എന്നാണോ? സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പൊ ഏറെക്കുറെ വിട്ടിരിക്കുന്നു. ഇപ്പൊ ഖുറാൻ വിതരണം പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. UAE ഖുറാൻ വിതരണം ചെയ്യുന്നുണ്ട് ലോകത്തിൽ പല രാജ്യങ്ങളിലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ചിത്രം ഗിനിയിൽ, ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിൽ അവരുടെ കോൺസുലേറ്റ് മുഖാന്തരം ഖുറാൻ വിതരണം ചെയ്തിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധാണോ? ഇവിടെ വിതരണം ചെയ്യാൻ പാടില്ലെങ്കിൽ കോൺസൽ ജനറലിന്റെ പേരിൽ നടപടിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ ഇദ്ദേഹം വരുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയും വിശ്വാസിയായ ഒരു മുസൽമാന് ഒരു ഖുറാൻ മറ്റൊരു വിശ്വാസിക്ക് കൊടുക്കുന്നതിന് തടസ്സമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ഞാൻ സ്വരാജിലേക്ക് മടങ്ങി വരാം. ശ്രീ ശിവൻകുട്ടി, ഇപ്പോൾ സ്വരാജ് അവസാനം പറഞ്ഞ പോലെ വിശ്വാസിയായ മന്ത്രി അവരുടെ വളരെ ചട്ടപ്രകാരമുള്ള ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് വഖഫിൻ്റെ ചുമതലയുള്ള സംസ്ഥാനത്തെ മന്ത്രി ആ നിലയിൽ രേഖകൾ പ്രകാരം, അതും കസ്റ്റംസ് ക്ലിയർ ചെയ്ത ഈ പാഴ്സൽ വാങ്ങി സർക്കാർ വാഹനത്തിലും സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയൊരു വിഷയത്തിൽ നിങ്ങൾ ഇപ്പോഴും സ്വർണ്ണക്കടത്ത് ആരോപിക്കുന്നു എന്നത് BJPയുടെയും സംഘ് പരിവാറിൻ്റെയും വർഗീയ രാഷ്ട്രീയ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ? അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ സ്വർണ്ണക്കടത്തിനെ മാറ്റിവെച്ച് ജലീലിനെയും ഖുറാനെയും ബന്ധപ്പെടുത്തിയുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് കുറെ കൂടി പ്രകടമായി BJP പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ സ്വരാജ് പറഞ്ഞല്ലോ, ചട്ടലംഘനത്തിൻ്റെ പേരിലാണെങ്കിൽ എങ്ങനെയാണ് BJPക്ക് അദ്ദേഹത്തിനോട് ഒരു രാജി ആവശ്യപ്പെടാനാവുക? അല്ല, എനിക്ക് നമ്മുടെ ബഹുമാനനായിട്ടുള്ള സ്വരാജ് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. കാരണം ED 2 പ്രാവശ്യം ചോദ്യം ചെയ്തു. എങ്കിൽ ED ചോദ്യം ചെയ്തതോടുകൂടി അവസാനിപ്പിക്കണ്ടേ? ED 2 പ്രാവശ്യം ചോദ്യം ചെയ്തു സ്വരാജ്. അപ്പോൾ ED അവിടെ അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് NIA 8 മണിക്കൂർ ചോദ്യം ചെയ്തു. NIA 8 മണിക്കൂർ ED പറയാതെ ചോദ്യം ചെയ്യൂലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു മന്ത്രി രാജ്യദ്രോഹം ചെയ്തവർക്കും കള്ളക്കടത്തുകാർക്കും വേണ്ടിയിട്ട് തൻ്റെ അധികാരവും പദവിയും ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. അത് അന്വേഷണത്തിൽ ബോധ്യപ്പെടണ്ടേ? ആ ഘട്ടം എത്തിയോ? ആ ഘട്ടം എത്താതെ നിങ്ങൾ എങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്വരാജിന്റെ ചോദ്യം. ഞാൻ പറയാം, അത് അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെ ഞാൻ ഏതെങ്കിലും പറഞ്ഞോട്ടെ. അന്വേഷണ ഏജൻസി പറഞ്ഞു എന്നാണ് സ്വരാജ് ചോദിക്കുന്നത്. ഞാൻ പറയാം, അവർ CRPC 160 പ്രകാരമാണ് വിളിച്ചിട്ടുള്ളത്. അതെ, അതിൽ വിളിച്ചിരിക്കുന്നതിൽ ചേർത്തിരിക്കുന്ന വകുപ്പ് നോക്കണം. ഏതൊക്കെയാണ്? അതിനകത്ത് ചേർത്തിരിക്കുന്ന വകുപ്പിൽ 16, 17, 18 അത് ആർക്കെതിരെയുള്ള വകുപ്പുകളാണ്? നിൽക്കണം. UAP ആക്ട് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അതായത് എനിക്ക് മനസ്സിലായി, അതായത് മന്ത്രി KT ജലീലിനെതിരെ ഈ ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ ഇന്ന UAPA ആക്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തി വിളിപ്പിച്ചു എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, ഞാനീ പറയുന്നത് കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അദ്ദേഹം മന്ത്രിക്കെതിരെ അതുണ്ടെന്നാണോ, ഈ ചാർജുകൾ മന്ത്രിക്കെതിരെ ഉണ്ടെന്നാണോ ശ്രീ ശിവൻകുട്ടി പറയുന്നത്? ഞാൻ വിശദീകരിക്കാം സ്ഥലത്തെ. അതിനകത്ത് പറഞ്ഞിട്ടുള്ളതിൽ അക്വൈൻറ്റഡ് എന്നുള്ള പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അക്വൈൻറ്റഡ് എന്നുള്ള പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, NIA വിളിക്കുന്നത് ഭീകരവാദവും തീവ്രവാദവും കള്ളക്കടത്ത് നടത്തുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഏജൻസിയാണ്. അതും സമ്മതിച്ചു. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. സ്വരാജ് ചോദിച്ച ചോദ്യം ശ്രീ ശിവൻകുട്ടി, അതായത് ഇത് അവര് വിളിപ്പിച്ചു, മൊഴിയെടുത്തു, എല്ലാം ശരി, താങ്കളോട് തന്നെയാണ് ഇതൊരു പ്രേക്ഷകർ കാണുന്ന ചർച്ച. അതെ, താങ്കളോട് തന്നെയാണ് എൻ്റെ ചോദ്യം. അങ്ങനെ പോയി മൊഴി കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പ്രതിയാണ്. അദ്ദേഹം സംശയാതീതമായി, താങ്കൾ ഉപയോഗിച്ച പദം അതാണ്, സംശയാതീതമായി ജലീലിനെതിരെ കുറ്റം തെളിഞ്ഞു എന്ന് താങ്കൾക്ക് ബോധ്യം വരുന്ന എന്ത് അന്വേഷണ ഏജൻസികളുടെ ഇടപെടലാണ് വന്നിട്ടുള്ളത്? അതാണ് സ്വരാജ് ചോദിച്ചത്. അല്ല, അതെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ എൻ്റെ ശരത്തെ, കേരളത്തിലുള്ള സംസ്ഥാന മന്ത്രിമാരെ ഒരു മന്ത്രിമാരെയും എൻഫോഴ്സ്മെന്റും NIAയും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല. രാജ്യത്തുണ്ട്. അല്ല, ആദ്യം കേരളത്തിൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ജലീലിനെ മാത്രമാണ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റു മന്ത്രിമാരെയും വിളിക്കണമല്ലോ. അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ലല്ലോ. ജലീലിനെ മാത്രമാണ് വിളിച്ചത്. എൻഫോഴ്സ്മെന്റ് 2 പ്രാവശ്യവും NIA 8 മണിക്കൂറും ചോദ്യം ചെയ്തത് ജലീലിനെ മാത്രമാണ്. ഈ മണിക്കൂർ കണക്ക് വെച്ചും പടി ചവിട്ടിയതിന്റെ പേരിൽ രാജിവെക്കണം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കുറ്റം തെളിയണമോ പ്രതിയാകണമോ എന്നതൊന്നും ജലീലിന്റെ കാര്യത്തിൽ വിഷയമല്ല. വിളിപ്പിച്ചോ, അവിടെ പോയോ, മൊഴി കൊടുത്തോ, എങ്കിൽ രാജിവെച്ചോ. അല്ല, അങ്ങനെയല്ല ശരത്തെ. അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സ്വപ്നയെയും ശിവശങ്കറിനെയും, സ്വപ്ന ജയിലിൽ കിടക്കുകയാണ്. സ്വപ്നയും സന്ദീപ് നായരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണിത്. ആ കേസിനാണ് KT ജലീലിനെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ KT ജലീലിനെ വിളിക്കുന്നത് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അദ്ദേഹം അധികാര ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. അതിന് എന്താ സംശയം? അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെ വിളിക്കണ്ടേ? അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് അവിടെ നിർത്തണ്ടേ? എൻഫോഴ്സ്മെന്റിന് ശേഷം 2 പ്രാവശ്യം ചോദ്യം ചെയ്തതിന് ശേഷം NIA ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്ത് ചെയ്യണം? ഒന്ന്, അദ്ദേഹം എന്താ പറഞ്ഞേക്കണേ? ഇന്നത്തെ അദ്ദേഹത്തിന്റെ പേര് കേസ് ഒന്നും രജിസ്റ്റർ ചെയ്യണ്ട. അല്ല, കേസ് വേണ്ട. അല്ല, എന്താ CPM പറയണ? എന്താ കേസ് രജിസ്റ്റർ ചെയ്താലും മന്ത്രി രാജിവെക്കേണ്ടെന്നല്ലേ പറയുന്നത്? അല്ല, പോട്ടെ, മിനിമം ഒരു കേസ് പോലും വേണ്ട. അല്ല, ഇന്ന് പറയുന്നത് CPM പറയുന്നത് കേസ് രജിസ്റ്റർ ചെയ്താലും മന്ത്രി രാജിവെക്കേണ്ട. നിങ്ങൾ പറയുന്നത് കേസ് പോലും വേണ്ട. അല്ല, ചോദിക്കുന്നത് BJP പറയുന്നത് കേസ് പോലും വേണ്ട, ജലീൽ പടിയിറങ്ങും. ഇതല്ലേ? അല്ല, CPMന്റെ വാദത്തെ കുറിച്ച് പറഞ്ഞു. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? കേസൊന്നും വേണ്ട, NIA വിളിപ്പിച്ചു. കേസൊന്നുമല്ല, ഇത് വളരെ അധികാര ദുർവിനിയോഗം ചെയ്തതിന് വ്യക്തമായ തെളിവുണ്ട്. അത് എവിടെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടണ്ടേ? അല്ല, ബോധ്യപ്പെടുന്നതുകൊണ്ടാണല്ലോ വിളിച്ചത്. ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ആർക്കെങ്കിലും ഭരിക്കാനാകുമോ എന്നൊരു ചോദ്യം, രാജ്യത്ത് എവിടെയാണ് ഇങ്ങനെ ഒരു കീഴ്വഴക്കം എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ശരത്തിന് മനസ്സിലാവുന്നില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ല, താങ്കളോട് ചോദിച്ചതാണ്. ശരത്ത്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കർ, അദ്ദേഹം വളരെ ഗുരുതരമായ വഴിവിട്ട ബന്ധങ്ങളിലൂടെ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് നിങ്ങളുടെ ഗവൺമെന്റ് ആണ്. സോറി, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തിയിട്ടാണ് ശിവശങ്കറെ പുറത്താക്കിയത്. പക്ഷേ അയാൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായിട്ടില്ല സർ. 2 തവണ ഇതുപോലെ വിളിപ്പിച്ചു, പലതവണ വിളിപ്പിച്ചു. ആവട്ടെ, ആവുന്നെങ്കിൽ ആവട്ടെ, അത് വേറെ കാര്യം. അല്ല, പ്രതിയാവുന്നത് എങ്ങനെയാ? ആദ്യം വിളിക്കുന്നത് എങ്ങനെയാ? അതാണല്ലോ വ്യക്തമായിട്ട് പറയുന്നത്. CRPC പ്രകാരം 160 പ്രകാരമാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റൂ? അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റൂ? അങ്ങനെയല്ലേ ചോദ്യം ചെയ്യാനും പറ്റൂ? അത് സ്വരാജിനും അറിയാമല്ലോ, അത് ശരത്തിനും അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒരു മന്ത്രി സംസ്ഥാനത്ത് അധികാര ദുർവിനിയോഗം ചെയ്തു എങ്കിൽ മറ്റു മന്ത്രിമാരെ വിളിച്ച് ചോദ്യം ചെയ്യാത്തെന്താ? ആകെ വിളിച്ചിട്ടുള്ളത് സ്വരാജ്, വളരെ ലളിതമാണ് ശ്രീ ശിവൻകുട്ടിയുടെ ഇക്കാര്യത്തിലുള്ള വാദം. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഈ സാഹചര്യത്തിൽ ഇനി ഒന്നും നോക്കാനില്ല, ജലീൽ രാജിവെക്കുന്നത് തന്നെയാണ് BJP ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. എൻ്റെ ചോദ്യം പക്ഷേ അതായിരുന്നില്ല. മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് BJP കേരളത്തിലെടുക്കുന്ന ഇപ്പോഴത്തെ പൊസിഷനാണ് ഞാൻ ചോദിച്ചെങ്കിലും, പക്ഷേ വളരെ ലളിതമായി തന്നെ BJPയുടെ വാദം അദ്ദേഹം അവതരിപ്പിച്ചു വെച്ചു.
എനിക്ക് രണ്ട് നേതാക്കന്മാരെയും തർക്കിച്ച് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് എൻ്റെ ലക്ഷ്യമേ അല്ല. നമ്മുടെ ഈ ചർച്ച കാണുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? അദ്ദേഹം പറയുന്നത് 8 മണിക്കൂർ ചോദ്യം ചെയ്തു, വേറെ മന്ത്രിമാരൊന്നും വിളിച്ചിട്ടില്ലല്ലോ, അധികാര ദുർവിനിയോഗം ഉറപ്പാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു നാട്ടിൽ നമ്മൾ സങ്കല്പിക്കുക, ഒരു കൊലപാതകം നടന്നു. ആ സമയത്ത് ആ പരിസരത്തുണ്ടായിരുന്നവരോ യാത്രക്കാരോ ഒക്കെ ആയിട്ടുള്ള ആളുകളിലേക്ക് അന്വേഷണമെത്തും. അവരോട് ചോദിക്കില്ലേ, നിങ്ങൾ പ്രതിയെ കണ്ടോ, ഓടിയോ, പോയോ, വന്നോ? അതിൻ്റെ അർത്ഥം അവരെല്ലാം പ്രതികളാണെന്നാണോ? UAE കോൺസൽ ജനറലിൻ്റെ നിർദ്ദേശമനുസരിച്ച് തന്നെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ഈ കേസിലെ പ്രതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഫോണിൽ സംസാരിച്ച് വ്യക്തിപരമായ സൗഹൃദം കൊണ്ടല്ല. UAE കോൺസൽ ജനറൽ പറഞ്ഞതാണ്, ഇന്ന കാര്യത്തിന് ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി, അതിനൊക്കെ പ്രൂഫുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ പ്രതിയുമായി സംസാരിച്ചത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ആരായുമല്ലോ. മന്ത്രി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ അന്വേഷണ ഏജൻസികൾ വരുമല്ലോ. അതിന് അദ്ദേഹം പൂർണ്ണമായി വിധേയനാവുകയല്ലേ ചെയ്തത്. ഞാൻ ലളിതമായൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്. BJP നേതാവുണ്ട്, കോൺഗ്രസ് നേതാവുണ്ട്, അഭിഭാഷകനെ ഞാനിപ്പോൾ ആ നിലയിൽ കാണുന്നില്ല. ഞാനുമുണ്ട് ഈ ചർച്ചയിൽ. നമ്മൾ 3 പേരുടെയും പേരിൽ ആരെങ്കിലും EDക്ക് പരാതി കൊടുത്തു എന്നിരിക്കട്ടെ. ആ പരാതി സ്വീകരിച്ച് ED നമ്മളെ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയാൽ നമ്മൾ കുറ്റവാളികളാവുമോ? നമ്മൾ ഗൗരവമായിട്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയണം. ആർക്കും എതിരെയും ആർക്കും ഇവിടെ പരാതി കൊടുക്കാം. മന്ത്രിക്കെതിരെ UDFൻ്റെ കൺവീനർ പരാതി കൊടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള പരാതികളൊക്കെ വരുമ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിക്കില്ലേ? അങ്ങനെ അന്വേഷിക്കാൻ വിളിച്ചാൽ പ്രതിയാണ് എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, ഇങ്ങനെ ചോദ്യം ചെയ്തവരൊന്നും അധികാര സ്ഥാനത്ത് തുടരരുത്. കോൺഗ്രസ് നേതാവ് പറയണം, രാജസ്ഥാനിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പ്രസാദ് സിംഗ് കജരിവാസൻ അദ്ദേഹം തുടരാൻ പാടില്ല. ഒരൊറ്റ മാസമായിട്ടുള്ളൂ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ട്, ഒരൊറ്റ മാസം. ചിദംബരം ചോദ്യം ചെയ്യുക മാത്രമല്ലല്ലോ, കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയും 3.5 മാസം ജയിലിൽ കിടക്കുകയും ചെയ്തില്ലേ? അദ്ദേഹത്തിൻ്റെ രാജ്യസഭാംഗത്ത് ഒഴിയണ്ടേ? അദ്ദേഹത്തെ നിങ്ങൾ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കല്ലേ ചെയ്ത് കോൺഗ്രസ്? DK ശിവകുമാറിനെ ജയിലിൽ അടച്ചില്ലേ? ചോദ്യം ചെയ്യൽ മാത്രമല്ലല്ലോ. ഇങ്ങനെ എത്ര കാര്യം പറയാൻ കഴിയും. ഹരിയാന മുഖ്യമന്ത്രി ആയിരുന്നില്ലേ നമ്മുടെ ഭൂപീന്ദർ സിംഗ് ഹൂഡ? അദ്ദേഹത്തെ എത്ര തവണയാണ് ചോദ്യം ചെയ്തത്? നമ്മുടെ മുൻപിൽ എത്ര അനുഭവങ്ങളുണ്ട്, എത്ര അനുഭവം. നമ്മുടെ അഹമ്മദ് പട്ടേലിനെ 25 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേരിൽ ഈ നിലപാടാണോ സ്വീകരിക്കുന്നത്? രാഷ്ട്രീയമായി എതിർത്തോളൂ. സുരാജേ, NIA കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും NIA ചോദ്യം ചെയ്തോ? NIA ആണ് ചോദ്യം ചെയ്തത്. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേര്, ഏതെങ്കിലും ഒരു കോൺഗ്രസ് പറയാമോ? ഞാൻ പറയട്ടെ, ദയവായിട്ട് തന്നെ ദയവായി എന്നെ അനുവദിക്കൂ പറയാൻ. അങ്ങയുടെ നേതാവ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ട്. മന്ത്രിമാരും അങ്ങയുടെ നേതാവ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ NIA അന്വേഷണത്തിന് വരികയും പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ കയറിയിട്ടുണ്ടെന്ന് NIA. മറ്റേ BJP നേതാവിനാണെങ്കിൽ NIA വേണ്ട, CBI ചോദ്യം ചെയ്തിട്ടില്ലേ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രിയെ? അദ്ദേഹം അന്ന് സ്വകാര്യ കാറിൽ ഒറ്റയ്ക്ക് പോയിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ലേ? എന്തെന്ത് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം മന്ത്രിയാണ് മറ്റേ അതും NIA ചോദ്യം ഇങ്ങനെയൊക്കെയാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ NIA ചോദ്യം ചെയ്തതിന് മുമ്പ് നിങ്ങൾ എന്തിനാ സമരം ചെയ്തേ? കോൺഗ്രസ് നേതാവെ, ED ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ സമരം ചെയ്തില്ലേ? ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി എതിർത്തോളൂ. ഇപ്പോൾ സ്വരാജ് പറഞ്ഞത് ഈ തർക്ക വിഷയത്തിലും വന്നിപ്പോൾ മലയാളിയായ പൊതുപ്രവർത്തകനായ സലിം മടവൂർ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി V മുരളീധരനെതിരെ EDക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സ്വത്ത് സമ്പാദനവും അങ്ങനെ കുറേ ആക്ഷേപങ്ങളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വരാജ് പറഞ്ഞ തിയറി സിദ്ധാന്തം വെച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഉയരുന്ന ആരോപണങ്ങളുടെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ, അതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞാൽ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് V മുരളീധരൻ രാജിവെക്കണം എന്ന് സ്വരാജിൻ്റെ പാർട്ടിക്ക് പറയേണ്ടി വരും. നിങ്ങളത് പറയുമോ? സ്വരാജ് എന്നോടാണോ? അതെ അതെ, സ്വരാജ്. അല്ല, ഞാൻ പറയുന്നത് അത്തരമൊരു ആവശ്യമോ കീഴ്വഴക്കമോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നേ. അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി ആരും രാജിവെച്ച ചരിത്രം എനിക്ക് അറിഞ്ഞൂടാ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ദയവായിട്ട് ഇവർ പറഞ്ഞു തരട്ടെ. ഇനി പ്രതി ചേർത്തതിന്റെ പേരിൽ രാജിവെച്ച എത്ര പേരുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാന്യായ സോണിയാഗാന്ധി കേസിൽ പ്രതിയല്ലേ? രാഹുൽ ഗാന്ധി പ്രതിയല്ലേ? 100 കണക്കിന് കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിയല്ലേ? ബഹുമാന്യനായ അമിത് ഷാ ജയിലിൽ കടന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലല്ലോ. കേസ് ഏതാ നമുക്കറിയില്ലേ?
ജുഡീഷ്യറിയെ എങ്ങനെ മുൾമുനയിൽ നിർത്തി എന്നുള്ള പിന്നെ ലോയയുടെ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? എന്തെന്ത് അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഗവൺമെന്റിനെ എതിർത്തോളൂ, നയപരിപാടികൾക്കെതിരായ വിമർശനം ഉന്നയിച്ചോളൂ, പക്ഷേ മനുഷ്യത്വരഹിതമായി ഒരാളെ വേട്ടയാടരുത്. ആ ആളുടെ പേരിലുള്ള കുറ്റം പറയണം. എന്താണ് ചാർജ് പറയണം. പ്രോട്ടോകോൾ ലംഘനമാണോ? പറഞ്ഞോളൂ, പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് പറയൂ. ഇനി അതല്ല, അദ്ദേഹം കള്ളക്കടത്ത് നടത്തിയെന്ന് നിങ്ങൾക്ക് ആരോപണം ഉണ്ടോ? നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ശരി, ഞാൻ എന്തിനാണ് ഈ സമരം? ഞാൻ വരാം. അഡ്വക്കേറ്റ് നിയാസിലേക്കും ശ്രീ ശിവൻകുട്ടിയിലേക്കും വരുമ്പോൾ തന്നെ അഡ്വക്കേറ്റ് വിനീത് കുമാർ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ ചർച്ചയിലുള്ള ആളാണ്. ഇനി നമ്മുടെ ചർച്ചയിലേക്ക് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് NIA ഇന്ന് ജുഡീഷ്യൽ കസ്റ്റഡി, ഈ പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി കിട്ടാൻ വേണ്ടി കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ്, അവരുടെ പെറ്റീഷനാണ്, അവരുടെ അഫിഡവിറ്റാണ്. അതിൻ്റെ 11ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വാചകം ഒന്ന് വായിച്ചുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ വേരിയസ് വിറ്റ്നസ് അവെയർ ഓഫ് റെലവൻറ്റ് ഫാക്ട്സ് വെയർ എക്സാമിൻഡ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് അതർ വിറ്റ്നസസ് ഈസ് ആൾസോ അണ്ടർ പ്രോഗ്രസ്. അതായത് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരുപാട് സാക്ഷികളെ, അതുമായി അറിവുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു, ആ പ്രോഗ്രസ് തുടരുന്നു. ഞാൻ ഈ വാചകം വായിച്ചത് ഇന്നലെ മന്ത്രി ജലീൽ അവിടെ പോയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ഞാനത് ഈ വാചകം താങ്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മന്ത്രി ജലീൽ പോയ സാഹചര്യം, ആ CRPC 160 പെറ്റീഷൻ, 160 നോട്ടീസ്, അതിൽ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ CRPC 41A പ്രകാരം കൊടുക്കുന്ന നോട്ടീസ് ഉണ്ടല്ലോ, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോഴും ഈ നോട്ടീസ് പ്രകാരം ഒരു സാക്ഷി എന്ന സ്റ്റാറ്റസിൽ തന്നെയാണോ? അത് പല തർക്കങ്ങളും ഇന്നലെ മുതൽ നിൽക്കുന്നു. അതിലേറെക്കുറെ അതിൻ്റെ ആ തർക്കത്തിൻ്റെ ഗൗരവം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇത്രയുമൊക്കെ ഇവിടെ വന്നതുകൊണ്ട് താങ്കൾ എന്തു പറയും? ഈ വാചകം കൂടി, ഈ അഫിഡവിറ്റിലെ ഈ വാചകം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് എന്തു പറയും? ശരത്ത്, ഇതിൽ ഈ മന്ത്രി KT ജലീലിന് കൊടുത്ത NIA കൊടുത്ത ഒരു നോട്ടീസ് ഇപ്പം വളരെയധികം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച്, ഞാനും അത് ഇന്ന് എൻ്റെ വാട്സപ്പിലും ഒരു സുഹൃത്ത് അയച്ചു തന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, വളരെ മുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അത് സമൻസ് ടു എ വിറ്റ്നസ്, നോട്ടീസ് ടു വിറ്റ്നസ്, നോട്ടീസ് ടു എ വിറ്റ്നസ്, നോട്ടീസ് ടു എ വിറ്റ്നസ്. അതെ, രണ്ടും ഒന്ന് തന്നെ. അപ്പം നോട്ടീസ് ടു എ വിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇപ്പം 160 ഇവിടെ നിയാസ് സൂചിപ്പിച്ചതുപോലെയും എല്ലാവർക്കും നമുക്കറിയാവുന്നുള്ളൊരു കാര്യം, ഒരു കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്, അത് നേരത്തെ ശ്രീമാൻ ശിവൻകുട്ടി ഇവിടെ സൂചിപ്പിച്ച ഒരു വാക്ക് അക്വൈൻറ്റൻസ്, അതായത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ടോ പരോക്ഷമായോ ഏതെങ്കിലും രീതിയിൽ അതുമായി ഇടപഴകിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് വിവരമുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞ വാചകത്തിന് അത്രേ ഉള്ളൂ. അപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് അങ്ങനെയുള്ളൊരു വ്യക്തിയെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അന്വേഷണ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അത് കമ്പൽസറി ആയിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പുറത്ത് ഒരു വീഴ്ച ആരോപിക്കപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ വസ്തുതകൾ കൊണ്ടുവന്നില്ലേ എന്ന് നോക്കും. പിന്നെ കൂടാതെ ഇപ്പോൾ ശരത്ത് ചോദിച്ച മറ്റൊരു കാര്യം, ഇതിനകത്ത് ഈ അവർ കോടതിയിൽ കൊടുത്ത അതിനകത്തൊരു അഫിഡവിറ്റും പെറ്റീഷൻ, അതായത് കസ്റ്റഡി റിമാൻഡ് ആപ്ലിക്കേഷൻ ആണത്, റിമാൻഡ് എക്സ്റ്റൻഷൻ ആപ്ലിക്കേഷനാണ്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സാക്ഷികളെ ചോദ്യം ചെയ്യാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു സാക്ഷികളെ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കാരണവശാൽ യഥാർത്ഥ പ്രതിയിലേക്ക് ചിലപ്പോൾ എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. യഥാർത്ഥ പ്രതികൾക്കെതിരായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ആ റിമാൻഡ് എക്സ്റ്റൻഷൻ റിപ്പോർട്ടിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയ കുറച്ച് കാര്യങ്ങൾ ഈ 18-ാം തീയതി കോടതിയിൽ കൊടുത്തിരിക്കുന്നതാണ്. അതായത് പുതിയ കുറേ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന് വെളിപ്പെട്ടു എന്നതിൽ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും നിരവധി പേരെ ചോദ്യം ചെയ്തു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം 161 CRPC പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ പ്രതിയാകണമെന്നില്ല, പ്രതിയായിക്കൂടാന്നുമില്ല. അപ്പോൾ പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മളൊരു പ്രിസംഷനിലേക്ക്, ഒരു അനുമാനത്തിലേക്ക് പോകുന്നത് അത് വളരെ നേരത്തെ ആയി പോകും. അല്ല, അത് യഥാർത്ഥത്തിൽ ഒരു നോട്ടീസ് ടു ദ വിറ്റ്നസ്, അതിനകത്ത് ഒരു കുറച്ച് നിയമപരമായിട്ടുള്ളൊരു കൊച്ചു കാര്യം കൂടെ പറയാൻ എന്നെ അനുവദിച്ചാൽ, ഇതിനകത്ത് അതിൻ്റെ ഒരു സാധ്യത ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ NIA അന്വേഷിക്കാനായിട്ട് 2 പ്രത്യേകമായിട്ടുള്ള വിങ്ങിൽ മാത്രമാണ് അന്വേഷിക്കുന്നത്.
ഒന്ന് അൺലാഫുൾ ആക്ടിവിറ്റീസ്. അൺലാഫുൾ ആക്ടിവിറ്റീസിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. അത് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് മുറിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ സോവറിനിറ്റിയെ ബാധിക്കുന്നതുമൊക്കെ ആയിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടെററിസം. ഈ രണ്ട് കാര്യത്തിന്മേലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ശ്രീ കെ ടി ജലീലിനെതിരായിട്ട് ആക്ഷേപമില്ല. അപ്പോൾ NIA-യുടെ ഈ പറഞ്ഞിരിക്കുന്ന അന്വേഷണ പരിധിക്കകത്ത് വളരെ വളരെ ലിമിറ്റാണ് അദ്ദേഹത്തിനെതിരെ. അതിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 16, 17, 18. 16 എന്ന് പറയുന്നത് ടെററിസം, അതിനകത്ത് ഉണ്ടോ എന്നുള്ളത്. 17 എന്ന് പറയുന്നത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കൽ. 18 എന്ന് പറയുന്നത് കോൺസ്പിറസി. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചാർജും ഈ രാജ്യദ്രോഹ കുറ്റവുമായിട്ടോ അല്ലെങ്കിൽ അൺലാഫുൾ ആക്ടിവിറ്റിയുമായിട്ടോ ഇതുവരെയും ഒരു ചാർജോ ആരോപണമോ ഇവിടെ നിലനിൽക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു സാക്ഷി എന്ന രീതിയിൽ വെളിപ്പെട്ടൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ 1-2 കാര്യത്തിൽ ഈ മതഗ്രന്ഥം സർക്കുലേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, സപ്ലൈ ചെയ്തതുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായിട്ടും കോൺസുലേറ്റിൻ്റെ ഉദ്യോഗസ്ഥ എന്ന രീതിയിലും സ്വപ്നയുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിഫിക്കേഷന് വിളിച്ചതായിട്ട് മാത്രമേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുള്ളൂ. റൈറ്റ്, അതുതന്നെയാണ് നേരത്തെ സ്വരാജും സൂചിപ്പിച്ചത്. ആ നിലയിൽ ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ മൊഴിയെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം ഇതിൽ നിൽക്കുന്ന ആളുകൾ ആ കോൺസുലേറ്റുമായിട്ടുള്ള ഇടപെടലിൻ്റെ സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചറിയുക എന്ന് പറയുന്ന പ്രശ്നം. ഞാൻ ഒരു കാര്യം കൂടി താങ്കളോട് അതിനോടൊപ്പം ചോദിച്ചു. ഈ നോട്ടീസിൻ്റെ കൂടെ CRPC 41A പ്രകാരം കൊടുക്കുന്ന നോട്ടീസുകളുണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ സാധാരണ രീതിയിൽ 41A പ്രകാരം കൊടുക്കുന്ന നോട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 7 വർഷം വരെ തടവ് ശിക്ഷയുള്ള കേസുകൾക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ, നോർമൽ കേസിൽ ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം ഒരു സാക്ഷിയെ വിളിച്ചു വരുത്താനായിട്ട് സസ്പെക്ട് ചെയ്യുന്ന ഒരാളിനെ ആണെങ്കിൽ പോലും, പ്രതിസ്ഥാനത്തുള്ള ആളിനെ ആണെങ്കിൽ പോലും വിളിച്ചു വരുത്തി അറസ്റ്റ് ആവശ്യമില്ല എന്ന് കാണുന്ന ഒരു സാഹചര്യത്തിൽ കൊടുക്കുന്ന ഒരു നോട്ടീസാണത്. വേണമെങ്കിൽ അറസ്റ്റിലേക്കും പോകാം. വേണമെങ്കിൽ, അതായത് വളരെയധികം കസ്റ്റോഡിയൽ ഇൻറ്ററോഗേഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം 41A നോട്ടീസ് കൊടുക്കും. അതായത് ഈ വിളിപ്പിക്കുന്ന ആളെക്കുറിച്ച് അത്ര ബോധ്യമോ അത്രമേൽ സംശയമോ ഉണ്ടെങ്കിലാണ് ആ നോട്ടീസിലേക്ക് ആണെങ്കിൽ മാത്രമേ അത് പോവുള്ളൂ. എങ്കിൽ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ടു ബി റെക്കോർഡഡ് എന്നും കൂടെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അതിലേക്ക് വേണമെങ്കിൽ പോകാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യാതെ നോർമൽ കേസിനകത്ത് പുറത്ത് മന്ത്രി ജലീലിനെ, എൻ്റെ രാഷ്ട്രീയത്തിലേക്കല്ല ഞാൻ പോകുന്നത്, പുറത്ത് മന്ത്രി ജലീലിനെ ഫിക്സ് ചെയ്യും വിധത്തിലേക്കുള്ള ആരോപണങ്ങൾ ശക്തമാവുന്നൊരു ഘട്ടത്തിൽ അതേ ആരോപണങ്ങളിൽ ബോധ്യം ഈ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു എങ്കിൽ അവർക്ക് ഈ 160 CRPC നോട്ടീസിന് പകരം കുറച്ചുകൂടി ഗ്രേവ് ആയിട്ടുള്ള 41A പ്രകാരം നോട്ടീസ് കൊടുക്കാമായിരുന്നോ? അത്തരം ഒരു പ്രൊവിഷനും സാധ്യതയുമുണ്ടോ? അല്ല, അതിലുപരി ആ ചോദ്യം യഥാർത്ഥത്തിൽ അപ്രസക്തമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലോ അല്ല എന്നുണ്ടെങ്കിൽ അൺലാഫുൾ ആക്ടിവിറ്റീസിലോ ഉള്ള ഒരു ആരോപണവും വെച്ചിട്ടല്ല ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. കാരണം അല്ല എങ്കിൽ ഈ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് തെളിവ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒരു നോട്ടീസും ഇല്ലാതെ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് നേരെ റിമാൻഡ് ചെയ്യാൻ കഴിയും. അതിനകത്ത് എത്രയോ കേസുകൾ അങ്ങനെ CBIയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്ന് പറയുന്നത്, അതായത് ഈ മന്ത്രിയല്ല ആരായാലും 8.5 മണിക്കൂർ ഇരുന്നോ 9 മണിക്കൂർ ഇരുന്നോ ആ ഓഫീസിൽ എന്നുള്ളത് അപ്രസക്തമായ അല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് ഈ സമയത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഏത് കേസിൻ്റെ ആയിരുന്നാലും കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഇത് പിന്നെ ചോദിച്ചറിയാനും കോൺട്രഡിക്റ്റ് ചെയ്യാനും ചിലപ്പോൾ ഒരു പക്ഷേ കൊറാബറേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം ചിലപ്പോൾ എടുത്തേക്കും. ഇതിൽ അഭിഭാഷകൻ കൂടിയായ KPC ജനറൽ സെക്രട്ടറി ശ്രീനിവാസിന് താങ്കളുടേതായ വാദമുണ്ടെങ്കിലാകാം. ശ്രീനിവാസ്, അദ്ദേഹം പറഞ്ഞതും നേരത്തെ സ്വരാജ് മുന്നോട്ട് വെച്ചൊരു വാദമുണ്ടല്ലോ, മന്ത്രി ജലീൽ അവിടെ പോയതുമായി ബന്ധപ്പെട്ട് ഈ നിലയിലാണ് കാര്യങ്ങൾ. പുറത്തതൊന്നും ആയിരുന്നില്ല പ്രചരണം, അതാണ് ആ വ്യത്യാസം. അതുകൊണ്ട് മാത്രമാണ് അത്തരമൊരു ലീഗൽ പ്രൊവിഷനും പൊസിഷനും എല്ലാവരും പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് നിയാസ്. ശരത്ത്, ഇതിലെ കൃത്യമാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ഇൻ്ററോഗേഷനും ക്വസ്റ്റ്യനിങ്ങും മൊഴിയെടുക്കലും അതിനെല്ലാം കൂടി കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. 161 സ്റ്റേറ്റ്മെൻറ്റാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ MLA ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്രൈം ഉണ്ടായാൽ അവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും വിളിക്കുന്നു. ഇതങ്ങനെ വിളിച്ചതല്ല, ഇത് നോട്ടീസ് കൊടുത്ത് വിളിച്ചതാണ്. ഇത് ആദ്യത്തെ തവണയല്ല, 2 തവണ നമ്മുടെ ED ചോദ്യം ചെയ്തു. 2 തവണ ED ചോദ്യം ചെയ്തപ്പോൾ ക്രൈമിൻ്റെ സൈഡിൽ കൂടെ പോയ ആളുകളാണെങ്കിൽ അതോടുകൂടി അവസാനിക്കുമായിരുന്നു. 3 ഏജൻസികളാണ്. ഞാൻ പറഞ്ഞോട്ടെ, 3 ഏജൻസികളും പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാലോ. അവർ ഷെയർ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ. ആദ്യഘട്ടത്തിൽ 2ാമത്തെ ദിവസം ഈ ആദ്യത്തെ 2 തവണയായിട്ട് 8 മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. 8 മണിക്കൂറുകൾ പറഞ്ഞു തീർന്നിട്ടും കാര്യങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടാണ് NIA വീണ്ടും 8 മണിക്കൂർ ചോദ്യം ചെയ്തത്. നമ്മുടെ ഇനി കസ്റ്റംസ് വരികയാണ്. ആദ്യത്തെ തവണ ED തലേ ദിവസം ചോദ്യം ചെയ്തു, പിറ്റേ ദിവസത്തെയാണ് പത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നത്. പക്ഷെ പിന്നീട്
ED-ക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം മാത്രമല്ല തലേ ദിവസം ചോദ്യം ചെയ്തു എന്ന് ED പറഞ്ഞപ്പോഴാണ് തലേ ദിവസം ചോദ്യം ചെയ്തത് മാധ്യമങ്ങൾ പിന്നെ അറിയുന്നത്. ഞാൻ പറഞ്ഞ 2 ദിവസം ചോദ്യം ചെയ്തിട്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 14 കിലോയുടെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. അതുപോലെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ആധികാരികത എന്താണ്? താങ്കളുടെ വാദത്തിന്റെ ആധികാരികത ഒന്ന് ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കല്ല, ഞാനൊരു പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ച അനുഭവം വെച്ച് പറയുകയാണ്. സാധാരണഗതിയിൽ ഈ 161 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു റോഡ് അപകടം നടന്നു, ഒരാളോട് ചോദിക്കുന്നു എന്താ നിങ്ങൾ കണ്ടിരുന്നു എന്താ കണ്ടത്, ഇതല്ല. ഇത് ഓരോ അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാൻ ഇത്ര തവണയെ വിളിച്ചിട്ടുള്ളൂ. സുഭാഷ് ശരത്തെ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയാം. ഇതില് പ്രധാനമായും കൃത്യമായി അവരോട് പറഞ്ഞു ഞാൻ ഇത്ര തവണയെ വിളിച്ചിട്ടുള്ളൂ. അവർ നോക്കുമ്പോൾ അത്ര തവണയല്ല വിളിച്ചത്, ഇനി ഇത്ര തവണയല്ല സംസാരിച്ചത്. അവർ ഓരോ കാര്യത്തിനും അവർ തമ്മിലുള്ള ലിങ്ക്, അവർ തമ്മിലുള്ള സംസാരങ്ങൾ, അവർ തമ്മിലുള്ള ഇടപാടുകൾ, ഈ സ്വപ്നയും ഈ മന്ത്രിയുമായുള്ള ബന്ധം. ഞാൻ ചോദിക്കട്ടെ, മന്ത്രി പറയുന്നത് മുന്നോട്ട് വെക്കുന്ന വാദത്തിന്റെ ആധികാരികത എന്താണ്? ഞാൻ പറയാം. ഇത് പറയാൻ അനുവദിക്കണ്ടേ? ഞാൻ മിണ്ടാതെ പറയട്ടെ. കേരളത്തിലെ മന്ത്രി പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞത് ഞാൻ അദ്ദേഹം ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അവർ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരാണെന്നാണ് വിചാരിച്ചത്. 1 കൊല്ലം മുമ്പ് അവർ മാറിയെന്ന് മന്ത്രി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അറിയാതിരിക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ NIA സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതായി പറഞ്ഞുകൊണ്ട് താങ്കൾ ഇവിടെ വിശദീകരിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മന്ത്രി ജലീൽ പൊതുസമൂഹത്തിന് മുമ്പാകെ പറഞ്ഞ കാര്യങ്ങളാണ്. നേരത്തെ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്നതിന്റെ ആധികാരികത എന്താണ്? ശരത്തെ, നിങ്ങളും MLA-യും പറഞ്ഞതുകൊണ്ട് ഇത് സത്യം കളവ് സത്യമാവാൻ പാടില്ല. ഇത് തന്നെ ശരത്തെ, ഞാൻ പറയുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ഈ ഖുർആൻ കടത്തയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? 5 ലക്ഷം പറഞ്ഞത് 5 ലക്ഷത്തെ ഇടപാട് മാത്രമാണ് പറഞ്ഞത്. പിന്നീടാണ് ഈ കൃത്യമായ തെളിവുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. അപ്പോൾ അതിലൊരു മൂടിവെക്കലുണ്ട്. രണ്ടാമത്, ഇത് ആദ്യമായി അദ്ദേഹം പറയല്ല, ഇദ്ദേഹത്തിന്റെ കോൾ ലിസ്റ്റ് ഇവരുടെ കോൾ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം ചോദ്യത്തിലേക്ക് ഇപ്പോഴും താങ്കൾ വന്നില്ല. വെരി സോറി. ഇതിന്റെ ആധികാരികത അഡ്വക്കേറ്റ് നിയാസ് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ല. ആധികാരികത എന്ന് പറഞ്ഞാൽ കൃത്യമായി മൂടിവെക്കുന്നു. അദ്ദേഹം അവരുമായുള്ള ഇടപാട് മൂടിവെക്കുന്നു. കോൾ ലിസ്റ്റ് പുറത്തു വന്നപ്പോ ഞാൻ ഇത്ര തവണ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്, നിങ്ങൾ ഇതെല്ലാം പറയുന്നത് ഇതൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തും ഈ ഖുർആനുമായി ബന്ധപ്പെടുത്തി എന്തിനാണ് മുന്നോട്ട് പോകുന്നത്? നിങ്ങൾക്ക് അവിടെ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. സ്വർണ്ണക്കടത്തുനിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് അത് മുസ്ലിം മതങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത പുലർത്തുന്നു, വർഗീയത കൊണ്ടുവരുന്നു. ഇവിടെ വർഗീയത കൊണ്ടുവന്ന് ഇതിനെ BJP വളരെ സ്പെസിഫിക് ആയി ആരോപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം, മതഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത്, അതിൽ ജലീൽ എന്ന നിലയിൽ ഒരു ആരോപണം BJP വെക്കുന്നത് മനസ്സിലാക്കാം. ഇതേ വാദഗതി ഉയർത്തിക്കൊണ്ട് നേരത്തെ സ്വരാജ് പറഞ്ഞാണ് UDF കൺവീനർ ഒരു പരാതി കേന്ദ്രത്തിന് അയച്ചാൽ BJPയുടെ അതേ വാദഗതികളെ പിന്താങ്ങി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ തിരിച്ചറിവിൽ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു മതഗ്രന്ഥം ഇറക്കുന്നതും വരുന്നതും ആളുകളിൽ എത്തിക്കുന്നതും ഒരു തെറ്റല്ല എന്ന് അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ട് വേറൊരു പൊസിഷൻ സ്വീകരിക്കേണ്ടി വരുന്നു. സത്യത്തിൽ ഈ വിഷയത്തിൽ ഒരു യഥാർത്ഥ നിലപാടെടുക്കാനാവാതെ BJP എടുക്കുന്ന വാദത്തെ ആവർത്തിച്ച് അപകടകരമായൊരു നിലയിലേക്ക് കോൺഗ്രസും UDF-ഉം പോവുകയാണോ? അതിൽ ലീഗും പെട്ടുപോവുകയാണോ? നിയാസിനോടാണ്. ഞാനൊരു കാര്യം പറയാം, വളരെ വ്യക്തമാണ്. ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്. ഞാൻ മുസ്ലിം മതവിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ കൃത്യമായി പറയാം, ഇത് മതഗ്രന്ഥത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കള്ളക്കടത്ത് നടത്തുന്നതിന് ഒരു മതവിശ്വാസവും അംഗീകരിക്കപ്പെടുന്നില്ല. മുസ്ലിം മതവിശ്വാസികൾ കള്ളക്കടത്തിന് വേണ്ടി തങ്ങളുടെ ഏറ്റവും പരിഭാവനമായ ഖുർആൻ ഉപയോഗിക്കുന്നതിനെതിരാണ്. ഇത് വളരെ ബോധപൂർവം ഇത് മറ്റ് മതസ്ഥർക്ക് ഈ മുസ്ലിം മതത്തിനെയൊക്കെ അപമാനിക്കുന്നതിന് വേണ്ടി വളരെ മനപൂർവ്വം മന്ത്രിയും അതുപോലെ തന്നെ സ്വപ്ന സുരേഷും ഇത് ഉപയോഗിക്കപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? സ്വർണ്ണക്കള്ളക്കടത്തുമായി മന്ത്രിയുടെ ബന്ധത്തെ അങ്ങനെ ഒരു വാദമില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചില്ലേ? അതിന് വ്യത്യസ്തമായ നിലപാട് ചട്ടലംഘനത്തിലാണ്, പ്രോട്ടോകോൾ ലംഘനം. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, പ്രോട്ടോകോൾ ലംഘനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്.
ഇപ്പോൾ ഇപ്പൊ എല്ലാം മാറിയോ? മാറി പറഞ്ഞു. ഇപ്പൊ ഇപ്പൊ മാറിയോ? മാറി പറയുന്നു. കാരണം കൃത്യമായി ഈ ആദ്യത്തെ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അതിന് തലേന്നായിരുന്നു ആ നിലപാട്. എൻഐയുടെ കാര്യങ്ങൾ എത്തിയപ്പോ അദ്ദേഹത്തിന് വീണ്ടും മലക്കമറിയേണ്ടി വന്നു. ആർക്ക്? ഇവിടെ പ്രതിപക്ഷ നേതാവ്. മന്ത്രി ജലീലിന് ഞാനൊരു കാര്യം പറയാലോ, മന്ത്രി ജലീൽ ഭരണഘടന സത്യം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാണ്. ശ്രീ ഒരിക്കലും സ്വരാജ്, കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ശ്രീ സ്വരാജ്, ഇവിടെ അഡ്വക്കേറ്റ് നിയാസിനെ കുറ്റം പറയാനാവില്ല. അവിടെ ചോദ്യം ചെയ്യൽ നടന്നു എന്ന നിലയിൽ അദ്ദേഹം പലതും വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആധികാരികത ചോദിച്ചാൽ അദ്ദേഹത്തിന് അതേക്കുറിച്ച് പറയാനാവില്ല. പക്ഷേ ആധികാരികം എന്ന മട്ടിൽ ഒരുപാട് മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. ഒരു തലക്കെട്ട് ഇന്ന് വരുന്നത് 8.5 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ വാർത്ത വായിച്ചു വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി മന്ത്രി ജലീലിന് ബന്ധമുണ്ട് എന്ന നിലയിലുള്ള ഒരു ബോധ്യത്തിലേക്കും NIAക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സാക്ഷിയാകാനാണ് എല്ലാ സാധ്യതകളും എന്ന നിലയിൽ വാർത്തയുടെ അവസാനം മാത്രമാണുള്ളത്. മറ്റൊന്ന്, ധർമ്മയുദ്ധം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ധർമ്മയുദ്ധമാണിത്. അതിനെ വിമർശിച്ചും പരിഹസിച്ചും കൊണ്ട് ധർമ്മയുദ്ധം ഇനി 3ാം ഘട്ടത്തിലേക്കാണ്, അതായത് കസ്റ്റംസ് അദ്ദേഹത്തെ വിളിപ്പിക്കാൻ പോകുന്നു എന്ന നിലയിലേക്ക് വരുന്ന മാധ്യമ വാർത്തകളുള്ള നാട്ടിൽ വളരെ കൃത്യമാണ്. അത് ആധികാരികമായി തന്നെ ചർച്ചകളിലേക്ക് ഉന്നയിക്കാൻ നേതാക്കൾ മടിക്കില്ല. അത് കേട്ടിരിക്കാൻ താങ്കൾ തയ്യാറാകേണ്ടി വരും, നിർബന്ധിതനാകും, അതിന് മറുപടി പറയേണ്ടിയും വരും. വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് കാണുന്നത്. വളരെ അപഹാസ്യമാം വിധം അവാസ്തവങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയവും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ചേർന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ ഒരു പ്രചരണം മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ സൂചിപ്പിച്ചതിന് സമാനമായ ഒരു തലക്കെട്ട് മലയാള മനോരമയിൽ ഉണ്ടായിരുന്നു. ലൈഫ് പദ്ധതി കമ്മീഷൻ ചോദിച്ചത് 15%. ഇതാണ് ഹെഡിങ്. ഇത് വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്തായിരിക്കും? ആ വാർത്തയുടെ അവസാനം കൊടുത്തിരിക്കുകയാണ്, ഇതേപ്പറ്റി ലൈഫ് മിഷന് അറിവില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ തലക്കെട്ട് കൊണ്ടെങ്കിലും വഞ്ചിക്കാനാകുമെങ്കിൽ വഞ്ചിക്കാം എന്ന നിലയിലുള്ള ഒരു ശൈലിയും ആ നിലയ്ക്ക് വലതുപക്ഷ രാഷ്ട്രീയത്തിന് പിന്തുണയും മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഇത് മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഇത് കോവിഡ് കാലത്താണെന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കടം, ഒരു പ്രയാസം. ഞാനിവിടെ ബഹുമാനായ കോൺഗ്രസ് നേതാവ് പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് വരാം. അതും കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ വാദഗതിയാണ്. 8 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇതിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താ? മന്ത്രിയെ 8 മണിക്കൂർ ഇങ്ങനെ നിർത്തി കുട്ടികളെ അധ്യാപകൻ ചോദിക്കുമല്ലോ, ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അദ്ദേഹം അഭിഭാഷകനായിട്ടും ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പരിചയവും ഇവിടെ പറയുണ്ടായി. ഈ ചോദ്യം ചെയ്യലിൻ്റെ രീതി എങ്ങനെയാണ്? കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ആ കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തി, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം, ആ ഉദ്യോഗസ്ഥന്മാർ മറ്റുള്ളവരുടെ മൊഴികളുമായിട്ട് ഒത്തുനോക്കും. അതിനൊരുപാട് സമയമെടുക്കും. അതിനുശേഷം കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ആവശ്യപ്പെടും. അതിനുശേഷം എഴുതി തയ്യാറാക്കും. എഴുതി തയ്യാറാക്കുന്നത് മന്ത്രിക്ക് തന്നെ വായിക്കാൻ കൊടുക്കും. എന്നിട്ട് അതിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തും. ഇതൊരു പ്രക്രിയയല്ലേ? അതിനൊക്കെ കൂടി എടുക്കുന്ന സമയമാണ്. എല്ലാ ചോദ്യം ചെയ്യലും ഇങ്ങനെയല്ലേ? റോബർട്ട് വധേരയെ ചോദ്യം ചെയ്തത് 70 മണിക്കൂറാണെന്നാണ് ഞാനിപ്പോൾ ഈയിടെ എവിടെയോ ഒരിടത്ത് വായിച്ചിട്ടുള്ളത്. വിവരശേഖരണമാണ് നടക്കുന്നത്. പിന്നെ ഒരു ക്രൈം നടന്നിടത്ത് വന്ന ഒരാൾ, അങ്ങനെയല്ല. ഞാനത് ആലങ്കാരിയായി പറഞ്ഞാണ്. ചോദ്യം ചെയ്യാൻ കാരണം എന്താണ്? അങ്ങയുടെ മുന്നണി കൺവീനറും BJPയുടെ നേതാവും പരാതി കൊടുത്തതാണെന്നേ. പരാതി എഴുതി കൊടുത്തിരിക്കുകയല്ലേ? ആ പരാതിന്മേൽ സ്വാഭാവികമായിട്ടും അന്വേഷണം വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവരശേഖരണമാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ ചോദ്യം ചെയ്താൽ കുറ്റവാളിയാകുമോ? അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി അങ്ങയോട് ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. അങ്ങയുടെ ഊഴം വരുമ്പോൾ അത് വിശദീകരിക്കണം. ചോദ്യം ചെയ്താൽ കുറ്റവാളിയാണ് എന്നത് ഏത് ജൂറിസ്പ്രുഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങേക്ക് പറയാൻ സാധിക്കുക? ഇനി ഖുറാനിനെ കുറിച്ച് പറഞ്ഞു. ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിലും ഞാൻ ചോദിക്കുന്നു, അദ്ദേഹം ചെയ്ത കുറ്റമെന്ത്? പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് പരിശോധിക്കാം, അതിനെക്കുറിച്ച് ചർച്ചയും ആവാം, നടപടിയൊക്കെ ആവാം. മറിച്ച് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? അദ്ദേഹം കള്ളക്കടത്ത് നടത്തിയോ? അദ്ദേഹം ഭീകരപ്രവർത്തനം നടത്തിയോ? അദ്ദേഹം സ്വർണം കൊണ്ടുവന്നോ? അപ്പൊ അദ്ദേഹം അങ്ങ് പറയാണ് ഖുറാൻ കൊണ്ടുവന്നു, അതിന്റെ മറവിൽ. ഞാൻ ചോദിക്കുന്നത്, UAE ഗവൺമെന്റ് ആണ് ഈ ഖുറാൻ പാക്കറ്റ് അയച്ചത്. അത് കോൺസുൽ ജനറലിനാണ്. അത് അദ്ദേഹം രേഖയുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹം ചോദിക്കുകയാണ്, വിതരണം ചെയ്യാൻ സഹായിക്കുമോ? അതാണോ തെറ്റ്? ഒരു നിമിഷം. ശ്രീ ശിവൻകുട്ടി പറയുന്നു അത് UAE അയച്ചതല്ല. അല്ല, ഇതിനകത്ത് എനിക്ക് 2-3 കാര്യം പറയാനുണ്ട്. പിന്നെ ആരയച്ചതാണ്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ എന്താ സ്വരാജ് പറയുന്ന ഒരു കാര്യം ഞാൻ ചോദ്യം ചെയ്യുന്നത് കുറ്റവാളിയാണ് ചോദ്യം ചെയ്യുന്നത്. കുറ്റവാളി അല്ലാത്ത ഒരാളെ എങ്ങനെ ചോദ്യം ചെയ്യും? ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം ചോദ്യം ഇടയ്ക്ക് ഇടപെട്ടതായിരുന്നു. പറഞ്ഞോളാം. ഇതുകൂടി പറ. UAE അയച്ചതല്ല എന്ന് താങ്കൾ പറഞ്ഞു. അല്ല, UAE പറഞ്ഞല്ലോ, ഞങ്ങളല്ല അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. UAE പറഞ്ഞിട്ടുണ്ട്. ഖുറാൻ അയച്ചത് ഞങ്ങളാണെന്ന് UAE പറഞ്ഞിട്ടില്ല. സ്വരാജ്,
അതെ, ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റിദ്ധാരണ പറ്റിയതാണ്. രണ്ട് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തോട് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, ഈ പാക്കറ്റുകൾ ഗവൺമെൻറ് ഓഫ് UAE അവരുടെ ഈ ഖുറാൻ വിതരണം ചെയ്യുന്ന അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരത്തെ കോൺസുലേറ്റ് ജനറലിന് അയച്ചതാണ്. കോൺസുലേറ്റ് ജനറലാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയോട് അതിൽ കുറച്ച് പാക്കറ്റുകൾ വിതരണം ചെയ്യാൻ സഹായിക്കുമോ എന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിന് തെളിവുകളുണ്ട്, അതിന് രേഖയുണ്ട്, ഡിജിറ്റൽ എവിഡൻസ് അതിനുള്ള കാര്യമാണ്, നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങ് ആദ്യം പറഞ്ഞത് വല്ലാത്തൊരു കടുങ്കൈയായി പോയി. കുറ്റവാളി ആയതുകൊണ്ടല്ലേ ചോദ്യം ചെയ്തത്? ചോദ്യം ചെയ്യുന്നവരെല്ലാം കുറ്റവാളിയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുള്ള ആളാണ്. എത്ര പേർ ആയിരക്കണക്കിന് നേതാക്കന്മാർ. അങ്ങ് ഇങ്ങനെ വാദിക്കരുത്. ചോദ്യം ചെയ്തവർ കുറ്റവാളി. ഇപ്പൊ ചോദിക്കട്ടെ, എത്ര മണിക്കൂറാണ് മുൻ സെക്രട്ടറിയെ ചോദ്യം ചെയ്തത്? ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല. നാളെ കേസ് എടുക്കുമെന്ന് എനിക്കറിയില്ല. കേസ് എടുക്കുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല. കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിയാണ്. കുറ്റവാളിയാകുന്നത് അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. സ്വരാജ്, മറ്റൊരു പോയിന്റിലേക്ക് കൂടി നമ്മൾക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വക്കീലിനോട് ഒരൊറ്റ കാര്യത്തിൽ ശ്രീ വിനീത് കുമാർ, അതായത് ഇതിന് പ്രതിയാണ്, ഇതോടെ കഴിഞ്ഞു, വളരെ കൃത്യമായി സംശയാതീതമായി ജലീലിൻ്റെ പങ്കാളിത്തം ബോധ്യപ്പെട്ടു എന്ന നിലയിൽ ഒരു വാദം താങ്കൾ തൊട്ടപ്പുറത്ത് ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ. മറുഭാഗത്ത് ഇത് 160 നോട്ടീസാണ്, അതിനകത്ത് ഈ പറയുന്ന പോലെ പ്രതി എന്ന സ്റ്റാറ്റസിലേ കാണേണ്ടതില്ല എന്ന് പറയുന്ന മറ്റൊരു സാഹചര്യം. മറ്റൊന്നുകൂടിയുണ്ട്, ജലീൽ സാക്ഷി പോലും ആകില്ല എന്ന് പറയുന്ന ഒരു വാദഗതിയും ഇതുവരെ നടന്ന നടപടിക്രമങ്ങൾ വെച്ച് വളരെ പ്രബലമായി, വളരെ ശക്തമായി നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ നിലയിൽ നിലപാടെടുക്കുന്നവരുണ്ട്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? ശരത്ത്, ഇതിൽ ഒരു ഇല്ല, ഉണ്ട്. ഞാൻ മറന്നില്ല, അവസരമുണ്ട്. യെസ്, എനിക്ക് അതുകൊണ്ട് ചുരുക്കി വളരെ ചുരുക്കി പറയാം. അതായത് അതിനകത്ത് ഒരു ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു വ്യക്തി പ്രതിയാണോ പ്രതിയല്ലേ എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടില്ല, ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പത്രമാധ്യമങ്ങളിലൂടെ അത് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു സംവിധാനമേ ഇൻവെസ്റ്റിഗേഷനിലില്ല. ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു എന്നങ്ങനെ പറയത്തില്ല. കാരണം ഏതൊരു വ്യക്തിയെയും വിളിച്ച് ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 161 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ തെളിവുകൾ വരികയോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അവസാനം ഈ 173 റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയാം, അന്തിമ റിപ്പോർട്ട്, നമ്മൾ ചാർജ് എന്ന് പറയുന്നത്, അത് കൊടുക്കുന്നത് വരെയും ആർക്കും അങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അത് കൊടുത്തു കഴിഞ്ഞ് കോടതിയിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ തെളിവ് വരികയാണെങ്കിൽ വീണ്ടും ഫർദർ ഞാൻ ചോദിച്ചൊരു സാധ്യതയെക്കുറിച്ചുള്ളതാണ്. സാക്ഷി പോലും ആകില്ല എന്ന വാദം ഉന്നയിക്കുന്ന വളരെ പ്രബലമായൊരു നിലപാടും ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അല്ല, അതാ ഞാൻ ഉത്തരം പറയുന്നത് അതാണ്. കാരണം ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിഭാഷകൻ എന്ന രീതിയിൽ അത് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം സാക്ഷി പോലും ആകില്ല എന്നോ അല്ലെങ്കിൽ പ്രതി ആവില്ല എന്നോ ഒരു കാരണവശാലും ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ പറയുന്ന പർട്ടിക്കുലർ NIA അന്വേഷിക്കുന്ന ഈ ചാർജിന്മേൽ ഇദ്ദേഹം സാക്ഷിയാകുമോ ഇല്ലെന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷെ പ്രതിയാകാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പറയും. പക്ഷേ കസ്റ്റംസിന്റെ കേസുകളിനകത്ത് ഇതിനകത്ത് വ്യക്തമായ തെളിവുകൾ ഇദ്ദേഹത്തെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിപ്പോൾ അദ്ദേഹത്തിനകത്ത് ഇതുവരെ വന്നിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഒന്നും തന്നെ ഇല്ല അവിടെ നിന്ന് വന്നത് വക്കീൽ ഒരു കാര്യം, അതായത് ദുബൈയിൽ നിന്ന് വന്നത്, അത് ഏറ്റുവാങ്ങിയതും അതിൻ്റെ ഫ്രം ടു അഡ്രസ്സും UAE കോൺസുലേറ്റ്, കസ്റ്റംസ് ക്ലിയർ ചെയ്തത്, ആ ക്ലിയർ ചെയ്ത സാധനം അവർ തന്നെ ഏറ്റുവാങ്ങി ഈ റിക്വസ്റ്റ് പ്രകാരം. അതിനൊക്കെ രേഖാപരമായിട്ടുള്ള ഇടപെടലുകളുണ്ട് ആ കോൺസുലേറ്റും ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രിയുമായി തമ്മിൽ എന്നിരിക്കെ. അതിനുശേഷം വരുന്നൊരു സാഹചര്യത്തിൽ ഈ ഗൂഢാലോചന സിദ്ധാന്തം ആരോപിച്ചാൽ അത് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ NIA അന്വേഷിക്കുന്നതിനകത്ത് രണ്ട് സ്കോപ്പേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഒന്നുകിൽ ഇദ്ദേഹം ഈ പിന്നെ രാജ്യദ്രോഹ കുറ്റമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അൺലാഫുൾ അതിലെ തൂക്കം കുറയുന്നു, കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണോ? NIAക്ക് അതിനകത്ത് അന്വേഷിക്കേണ്ട കാര്യം വരുന്നില്ല. അതിനകത്ത് ഇല്ല, കസ്റ്റംസിന്റെ കാര്യത്തിൽ അത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണോ? ഒരു ഫ്രമും ടൂവും കൃത്യമായിട്ടുണ്ട്, അത് UAE കോൺസുലേറ്റ് ആണ് അതിൻ്റെ പ്രധാന കാര്യകർത്തൃത്വം എങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് മന്ത്രി വരാൻ ഇടയുള്ളതാണോ? അല്ല, അത് ഒരാൾ വാങ്ങി പിന്നെ സർക്കാരിൻ്റെ ഒരു MLA അല്ലെ മന്ത്രി എന്നുള്ള രീതിയിൽ വിതരണം ചെയ്തു എന്ന് പറയുന്നതിനകത്ത് തൂക്കത്തിൻ്റെ അളവിനകത്ത് എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇതിലൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൂടി പോവുകയാണ്. അത് ഇന്ന് NIA കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെയും വിശേഷിച്ച് കേന്ദ്ര സഹമന്ത്രി V മുരളീധരനെയും പ്രതിക്കൂട്ടിലാക്കുന്നതാണോ എന്ന ചോദ്യമാണ്. ഞാൻ ശ്രീ ശിവൻകുട്ടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ആദ്യം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് NIA ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികളുടെ കാര്യത്തിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ആദ്യം നോക്കാം.
നയതന്ത്ര ചാനലിലൂടെ പ്രതികൾ വൻതോതിൽ സ്വർണം കടത്തി വിൽപ്പന നടത്തി എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ആവർത്തിച്ച് ഇന്നും വ്യക്തമായി. നേരത്തെ അഡ്വക്കേറ്റ് വിനീത് കുമാർ പറഞ്ഞതുപോലെ പുതിയ സാഹചര്യത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് വ്യക്തതയോടെ അവർ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, പ്രതികൾക്ക് ഇന്ത്യയിലും വിദേശത്തും വൻ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഇവരെ കസ്റ്റഡിയിൽ തുടരണം, ജാമ്യം നൽകരുത് എന്നുള്ളതാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖർക്കും കള്ളക്കടത്തിൽ പങ്കുണ്ട്. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ പരിധി വിപുലപ്പെടുത്തേണ്ടതുമുണ്ട്. മറ്റൊന്ന്, കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം അനിവാര്യം. ഇത്തരമൊരു സംശയം വളരെ ശക്തമായി ഉയർന്നിട്ടും അന്വേഷണ സംഘം നാളിതുവരെ വളരെ വ്യക്തമായി ഇങ്ങനൊരു നിലപാടിലേക്ക് പോയിരുന്നില്ല. ഇപ്പോൾ വളരെ വ്യക്തമായി രേഖാമൂലം അവർ പറയുന്നു കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം അനിവാര്യം. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ വാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാദം സംശയാസ്പദമാകുന്നതും കൂടുതൽ തർക്ക വിഷയമാകുന്നതും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്നതും. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്ന NIA ആവശ്യം കേന്ദ്രം അനുവദിച്ചിരുന്നില്ല എന്നൊരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. റൈറ്റ്, ഇതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ എന്തൊക്കെയാണ് വി മുരളീധരൻ്റെ നിലപാടുകളെ തള്ളി NIA കോടതിയിൽ പറയുന്നത് എന്ന് നോക്കാം. ഈ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിന് ഘടകവിരുദ്ധമാണ് NIAയുടെ റിപ്പോർട്ട്. ആ നിലയിൽ കേന്ദ്രമന്ത്രിയുടെ ഇതുവരെയുള്ള നിലപാടിന് തീർത്തും വിരുദ്ധമായ നിലപാടാണ് അന്വേഷണ ഏജൻസി NIA ഇന്ന് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അറ്റാഷെ അടക്കമുള്ളവർക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്നായിരുന്നു മന്ത്രിയുടെ ആവർത്തിച്ചുള്ള അവകാശവാദം. അതിന് നേരെ വിരുദ്ധമായ കാര്യമാണ് ഇന്നിപ്പോൾ NIA ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. സ്വർണം കള്ളക്കടത്ത് അത് വന്നതും എത്തിയതും അത് ഏറ്റെടുത്തതും ആര് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിൽ ഇന്നും കാണാമറയത്ത് നിൽക്കുന്ന ഒരു പ്രതിയുണ്ട്, ഫാസിൽ ഫരീദ്. ഫാസിൽ ഫരീദിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ NIA ഇന്ന് കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നോക്കാം. സ്വർണം കയറ്റിയച്ച ഫൈസൽ ഫരീദ് ഒളിവിലാണ് എന്ന് NIA പറയുന്നു. പാസ്പോർട്ട് കണ്ടുകെട്ടി ദുബൈയിലാണ് എന്ന് പറയുമ്പോൾ ഫരീദിനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് NIA കോടതിയിൽ വ്യക്തമാക്കുകയാണ്. ഫരീദ് ഉൾപ്പെടെയുള്ള വിദേശത്തുള്ള പ്രതികൾക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസിന് നടപടികളാകുന്നു എന്നുള്ളതാണ്. നേരത്തെ പല ചർച്ചകളിലും BJP നേതാക്കൾ പറഞ്ഞത് ബ്ലൂ കോർണർ നോട്ടീസ് ഇതിനോടകം നൽകിക്കഴിഞ്ഞു എന്ന നിലയിലാണ്, ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന നിലയിലാണ് കോടതിയിൽ NIA ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ബ്ലൂ കോർണർ എന്നത് സത്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമേ അതിലൂടെ കഴിയുള്ളൂ. അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നടപടിക്രമമായി അത് മാറുകയുമില്ല. അപ്പോഴും വിവരശേഖരണത്തിൻ്റെ നിലയിൽ മാത്രം ഈ പ്രധാന പ്രതികളുടെ കാര്യത്തിൽ UAE-യിൽ നിന്ന് ഇവരെ എത്തിക്കുന്ന നിലയിൽ ആ നടപടികൾ കേവലം നിൽക്കുകയുമാണ്. ഇതാണ് NIA ഇന്ന് കോടതിയിൽ രേഖാമൂലം നൽകിയ ഈ അഫിഡവിറ്റിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ശ്രീ ശിവൻകുട്ടി, മന്ത്രി ആവർത്തിച്ചുകൊണ്ടേ പറയുന്നു ഇത് നയതന്ത്ര ബാഗേജിൽ വന്നതല്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ഖണ്ഡികകളിൽ ആവർത്തിച്ച് NIA പറയുന്നു ഇത് കൃത്യമായി നയതന്ത്ര ബാഗേജിലൂടെ വന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രിയുടെ ആവർത്തിച്ചുള്ള വാദം പൂർണ്ണമായും നിരാകരിക്കപ്പെടുകയല്ലേ അന്വേഷണ ഏജൻസി? അല്ല, ഇത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഇത് നേരത്തെ നടന്ന ചർച്ചയാണ്. എന്നാലും ഞാൻ വീണ്ടും അത് ആവർത്തിക്കാം. നയതന്ത്ര ബാഗേജ് എന്ന വ്യാജാനയാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. NIAയുടെ കേസ് അതല്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഇതിൽ നയതന്ത്ര ബാഗേജ് എന്ന് എഴുതിയിട്ടുണ്ട്. നയതന്ത്ര ബാഗേജ് വഴി വന്നതാണ് ഈ സ്വർണങ്ങളെല്ലാം. ഈ പറഞ്ഞിട്ടുള്ള The racket has already transported bulk quantities of gold from Middle East through diplomatic baggage. എന്ന് വെച്ചാൽ അവരിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് ബാഗേജ് ആക്കി വ്യാജേന മാറ്റി എന്നല്ല NIA പറയുന്നത്. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ ആൻഡ് സോൾഡ് ഇറ്റ് വേരിയസ് പീപ്പിൾ. അല്ലെന്ന് ഒരെണ്ണം മാത്രമാണ് ഒരു വാചകം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ പറയുന്നതും അതും തമ്മിൽ കറക്റ്റ് തന്നെയാണ്. അതെങ്ങനെ? ഞാൻ പറഞ്ഞോട്ടെ, ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് തന്നെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്ന് UAE പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത് അയച്ചു എന്ന്. UAE പറഞ്ഞിട്ടില്ല, അത് വളരെ വ്യക്തമാണ്. UAE പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇത് അയച്ചു എന്ന്. UAE പറയണമല്ലോ. NIA അന്വേഷിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, NIA പറയുന്നത് പ്രകാരം വിദേശത്ത് പരിശോധിക്കണം, ഉന്നതരെ പരിശോധിക്കണം. ശരത്തെ, ഈ ചർച്ചയിൽ 9 മണി 1 മണിക്കൂറാവുന്നു. ഞാൻ ആകെ സംസാരിച്ചിട്ടുള്ളത് 4 മിനിറ്റാണ്. നമ്മൾ തമ്മിലാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിച്ചത് ശ്രീ ശിവൻകുട്ടി, നമ്മൾ തമ്മിലല്ലേ സംസാരിക്കുന്നത്? മിനിറ്റാണ് ഇതിൽ. ശ്രീ ശിവൻകുട്ടി, ഞാൻ താങ്കളോട് ചോദിക്കുന്നു, താങ്കൾ മറുപടി പറയും. എന്നോട് പറയുമ്പോൾ ഞാൻ പറയാം.
ഇതിനകത്ത് നയതന്ത്ര ബാഗേജ്, ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് എഴുതിയാണ് വന്നിട്ടുള്ളത്. ആ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ള പദപ്രയോഗമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഡിപ്ലോമാറ്റിക് UAE പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾ അയച്ചിട്ടില്ല എന്ന് UAE വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. NIA അതിനുവേണ്ടി പോകാൻ പോകുന്നതേ ഉള്ളൂ സാർ. UAE പറഞ്ഞിട്ടുണ്ടല്ലോ, UAE പറഞ്ഞല്ലോ. നമ്മൾ ആരെയാണ് വിശ്വസിക്കുക? NIA അല്ലേ നമ്മുടെ മുമ്പിലത്തെ പ്രധാന ഏജൻസി. അവർ പറയുന്നത് എന്താണ്? ഇന്ത്യക്കകത്തും പുറത്തും ഉന്നതരെ പരിശോധിക്കേണ്ടതുണ്ട്, അവരുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ, ഇത് രേഖാമൂലമാണ്, ഏതെങ്കിലും മാധ്യമ വാർത്തകളെ, കൈരളി ന്യൂസ് അടക്കം കൊടുത്ത വാർത്തകളെ വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. തന്നെ ശരത്തെ തുടക്കം മുതൽ അന്വേഷണ ഏജൻസികൾ ഓരോന്ന് പറയുന്നു. പ്രധാനം നിൽക്കണം. അന്വേഷണ ഏജൻസികൾ ഇനിയും അന്വേഷണ ഏജൻസികൾക്ക് അത് തന്നെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം. അതെ, ചോദ്യം ചെയ്യൽ നടക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? കേന്ദ്രമന്ത്രി V മുരളീധരനെയാണോ NIA ആണോ ഇക്കാര്യത്തിൽ? ഞാൻ ആരെ വിശ്വസിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ്, രണ്ട് വാദമാണ്. ശരത്തെ, ഞാൻ പറയുന്നത് ദയവായി കേൾക്കുക. ഞാൻ പറയുന്നത് NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്വേഷണ ഏജൻസികൾ അന്വേഷണം പുരോഗമിക്കുന്നു. ഇപ്പോഴും മന്ത്രിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഓരോരുത്തരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അന്വേഷണ ഏജൻസികൾ അവർ ചോദ്യം ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അവർ വാർത്ത പുറത്തു വരുന്നത്. ഇവിടെ വളരെ വ്യക്തമാണ്, UAE പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അയച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ പേരിൽ വ്യാജേന വന്നു എന്ന് V മുരളീധരൻ പറയുന്ന ഭാഗം കൃത്യമാണ്. ഇനി പറഞ്ഞുതരാം. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് വരുത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് ഇവിടുത്തെ CPM നേതാക്കന്മാരുടെയും ഇവിടുത്തെ മന്ത്രിമാരുടെയും ആവശ്യമാണ്. ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ളൊരു പദപ്രയോഗം വന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് രാജ്യം തമ്മിലുള്ള വിഷയമായി മാറും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ സ്വപ്ന സുരേഷും ശിവശങ്കറും ഈ പറയുന്ന KT ജലീലടക്കം രക്ഷപ്പെടും. ഇവിടത്തെ ആ രക്ഷപ്പെടലിന് വേണ്ടിയിട്ടാണ് CPM നേതാക്കന്മാരും വളരെ വ്യക്തമായി ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ള പദപ്രയോഗം നടത്തുന്നത്. ഇനി ഇത് താങ്കളുടെ വാദം വ്യക്തമാണ്. ഇനി അടുത്ത് UAE വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അയച്ചിട്ടില്ലെന്ന്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ സ്വരാജ് പറയുന്നത് എന്താണ്? സ്വരാജ് പറയുന്നതെല്ലാം ഇതൊക്കെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഗവൺമെന്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ ഉത്തരവാദിത്തമുള്ള സംഭവമാണിത്. ഇതിനകത്ത് സ്വരാജ് ഇന്നത്തെ NIA-യുടെ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ താല്പര്യമാണ് NIA ഇതിൽ എഴുതുന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. Their deliberate acts of using the diplomatic baggage of UAE as a cover of smuggling may have serious repercussions to the friendly relations with UAE. അങ്ങനെയാണ് NIA ഇതിനെ കാണുന്നത്. ആ സൗഹൃദത്തെയും ആ ബന്ധത്തെയും ബാധിക്കും വിധം ഈ സംഘം അതിനെ ദുരുപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഈ സ്വർണ്ണക്കടത്ത് നിരവധി തവണ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ പുറത്തു വന്ന ഈ വിവരങ്ങൾ ഏതൊക്കെ തരത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ വാദങ്ങൾ നിരാകരിക്കുന്നത്, അദ്ദേഹത്തെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്നത്? ബഹുമാന്യനായ BJP നേതാവ് അവസാനം പറഞ്ഞ കാര്യത്തിന് ഞാൻ ആദ്യം മറുപടി പറഞ്ഞിട്ട് തുടങ്ങാം. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും സെക്രട്ടറിയെക്കുറിച്ചും ഈ കേസുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. ഈ സംഭവം ഉണ്ടായ ആദ്യ ദിവസങ്ങളിലാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആദ്യം ആരോപണം ഉന്നയിക്കുകയും പ്രതിപക്ഷ നേതാവ് പിന്നീട് അത് ഏറ്റെടുക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചുവെന്ന്. ഇപ്പോൾ ആരോപണം ഇല്ലല്ലോ, അത് ചത്തുപോയില്ലേ? ആരും വിളിച്ചിട്ടില്ല എന്ന് വ്യക്തമായില്ലേ? വിളിച്ചത് BMS നേതാവാണെന്നും വ്യക്തമായില്ലേ? അപ്പോൾ അത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒന്നുകൂടി ഊന്നി പറയുന്നു, ഈ നിമിഷം വരെ ഈ സസ്പെൻഷനിലായ ഗവൺമെൻറ് സെക്രട്ടറിയെ ഇതിൽ പ്രതി ചേർത്തിട്ടില്ല. ഒരുപാട് മണിക്കൂർ ചോദ്യം ചെയ്തു, എന്താണ് പ്രതി ചേർക്കാത്തത്? ഇത്രയും ചോദ്യം ചെയ്തിട്ട് അദ്ദേഹത്തെ പ്രതി ചേർക്കാവുന്ന ബന്ധം ഇല്ലാത്തതുകൊണ്ടല്ലേ? നാളെ ഇനി പ്രതി ചേർക്കുമോ എനിക്കറിയില്ല, നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി ഏറ്റവും അപഹാസ്യം എന്ന് വേണ്ട, നമ്മുടെ ചർച്ചയിൽ അത്തരം വാക്ക് പോട്ടെ. എനിക്ക് വിഷമം തോന്നുന്നു BJP നേതാവ് ഇപ്പോൾ പറഞ്ഞ വാദം എന്താണ്? ഇത് ഡിപ്ലോമാറ്റ് ബാഗേജ് ആണ് എന്ന് വരുത്തി തീർക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ് ഈ പ്രതികളെ രക്ഷിക്കാൻ, ഈ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ. ഇങ്ങനെ അങ്ങയെപ്പോലൊരു നേതാവ് പറയാമോ? അങ്ങ് പറയുന്നതിനെ മുഖവിലക്കെടുത്താൽ CPM-ന്റെ ആജ്ഞാനുവർത്തികളാണ് ഈ NIA-യും കസ്റ്റംസും എന്നൊക്കെ പറയേണ്ടി വരും. അവർ കോടതിയിൽ കൊടുത്ത എല്ലാ രേഖയിലും ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ചർച്ച കേൾക്കുന്ന ആളുകളുടെ ഒരു സാമാന്യ ബുദ്ധിയെ നമ്മൾ പരിഹസിക്കരുത്. ഞാൻ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു യാത്രക്കാരനാണെന്ന് സങ്കല്പിക്കുക. എൻ്റെ കയ്യിലുള്ള സ്വകാര്യ ബാഗേജിൻ്റെ പുറത്ത് ഞാൻ വലിയ അക്ഷരത്തിൽ ഡിപ്ലോമാറ്റ് ബാഗേജ് എന്നെഴുതിയാൽ അത് ഡിപ്ലോമാറ്റ് ബാഗേജ് ആവുമോ? അതിവിടെ വരുമ്പോൾ കസ്റ്റംസ് പരിശോധിക്കൂലേ? ഞാൻ എഴുതിയതാണോ പ്രശ്നം? അത് ഡിപ്ലോമാറ്റ് ചാനലിലൂടെ തന്നെ വരണം.
അങ്ങനെ വന്നതുകൊണ്ടല്ലേ ബഹുമാന്യനായ നേതാവെ തിരുവനന്തപുരം എയർപോർട്ടിൽ കസ്റ്റംസിന് അത് തുറന്ന് പരിശോധിക്കാൻ പറ്റാതെ പോയത്? അവർ ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സമ്മതത്തോടുകൂടി അനുവാദത്തോടു കൂടിയല്ലേ തുറന്നത്? എത്ര ദിവസം ഇവിടെ പിടിച്ചു വെച്ചു? അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആയിരുന്നില്ലെങ്കിൽ അത് വരുമ്പോൾ തന്നെ തുറന്ന് പരിശോധിക്കില്ലേ സംശയം തോന്നിയ? ഇത് ആ ബാഗേജ് ആയതുകൊണ്ടല്ലേ അനുവാദത്തിന് വേണ്ടി പിടിച്ചു വെച്ച് കാത്തിരുന്ന് അനുവാദം കിട്ടി ഇത് തുറന്നത്? ഇത് ദുരുപയോഗപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? സ്വർണ്ണമല്ലല്ലോ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വരേണ്ടത്. ദുരുപയോഗപ്പെടുത്തിയവരാര്? UAE-യിൽ നിന്ന് അയച്ചതാര്? കൈപ്പറ്റിയതാര്? ആരുടെ അഡ്രസ്സിൽ വന്നു? ആ സാഹചര്യം താങ്കൾ വിശദീകരിച്ച് മനസ്സിലായി. പക്ഷേ ഇവിടെ കേന്ദ്രമന്ത്രിയുടെ ആവർത്തിച്ചുള്ള വാദവും ഇനി വേണ്ട, ഒരു നിമിഷം സെക്കൻഡ്സുകൾ മാത്രമേ ഉള്ളൂ. മന്ത്രി എന്താണ് ആവർത്തിച്ച് പറഞ്ഞത് എന്നൊന്ന് കണ്ടുകൊണ്ട് തന്നെ വരാം. മന്ത്രി വി മുരളീധരൻ ഡിപ്ലോമാറ്റിക് ബാഗേജിനെ കുറിച്ച് പറഞ്ഞതും അറ്റാഷയെ കുറിച്ച് പറഞ്ഞതും രണ്ട് ചെറിയ വിശദീകരണങ്ങളേ ഉള്ളൂ. നമുക്കൊന്ന് വേഗം കാണാം. കാമോഫ്ലാജ് ഇൻ ഡിപ്ലോമാറ്റിക് ലഗേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഡിപ്ലോമാറ്റിക് ലഗേജ് എന്നുള്ള വ്യാജേന. കാരണം NIA ഉദ്യോഗസ്ഥന്മാർക്ക് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്താണെന്ന് അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വിദേശത്ത് നിന്ന് ഇന്ത്യയിലുള്ള ഏത് ഡിപ്ലോമാറ്റിക് ഏജൻസിക്ക് വന്നാലും അത് അയക്കുന്നത് ആ രാജ്യമാണെങ്കിൽ മാത്രമാണ് അത് ഡിപ്ലോമാറ്റിക് ബാഗേജ്. ഈ ആൾക്കെതിരായിട്ട് ഒരു സംശയവും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. സംശയം ഈ പ്രതിയായിട്ടുള്ള ആള് കൊടുത്ത മൊഴിയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വരുന്നതല്ലാതെ ഔദ്യോഗികമായിട്ട് ആഭ്യന്തര വകുപ്പ് ഈ കാര്യം ആഭ്യന്തര വകുപ്പിന്റെ ഇമിഗ്രേഷൻ വകുപ്പിനെ അറിയിക്കുന്നത് വരെ ഇമിഗ്രേഷൻ അതിൽ തടഞ്ഞു നിർത്തില്ല. ഇതിൽ വിദേശകാര്യ വകുപ്പില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഈ വിദേശയാത്രയൊക്കെ വിദേശകാര്യ വകുപ്പിൻ്റെതാണെന്നുള്ള തെറ്റിദ്ധാരണ. സ്വരാജ്, ഈ പോയിന്റിലാണ് ഞാൻ ചോദിച്ചത്. അറ്റാഷയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അറ്റാഷയെ സംശയിക്കാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ, നാട് വിട്ടു പോയപ്പോൾ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ NIA പറഞ്ഞത് എന്താണ്? UAE കോൺസുലേറ്റിലെ ഉന്നതരെ കാണേണ്ടതുണ്ട്, അവരുടെ വിവരങ്ങൾ അവരിൽ നിന്ന് മൊഴി ശേഖരിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ഇതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നു, കാമോഫ്ലാഗ്ഡ് ആസ് ഡിപ്ലോമാറ്റിക് ബാഗേജ് ടു UAE കോൺസുലേറ്റ് വിച്ച് ഹാസ് ഇമ്മ്യൂണിറ്റി ഫ്രം ചെക്കിംഗ് അറ്റ് എയർപോർട്ട് ആസ് പെർ ഫോറിൻ പ്രിവിലേജ്ഡ് പേഴ്സൺസ് റെഗുലേഷൻ ഓഫ് കസ്റ്റംസ് പ്രിവിലേജ് റൂൾസ് 1957 എന്ന് പറഞ്ഞാണ് NIA തുടങ്ങുന്നത്. മന്ത്രി പറയുന്നതും മറ്റൊരു തരത്തിൽ. പുറത്തു വന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലുണ്ട്. സ്വപ്നയുടെ മൊഴിപ്പകർപ്പിലൂടെ വന്നിട്ടുള്ള വിവരങ്ങളുണ്ട്. മന്ത്രി ആവർത്തിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ബാഗേജ് അല്ല. അത് തന്നെയാണ് ശ്രീ ശിവൻകുട്ടി ന്യായമായും അദ്ദേഹം പറഞ്ഞ UAE അയച്ചതല്ല, പിന്നെ എങ്ങനെ നയതന്ത്ര ബാഗേജ് ആകും എന്ന നിലയിൽ മന്ത്രിയും ശ്രീ ശിവൻകുട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. NIA ഇന്നു പറഞ്ഞത് വെച്ച് ഇതുവരെയുള്ള ഈ വാദം ഒരു തരത്തിലും നിൽക്കാത്തതായി മാറുന്നുണ്ടോ? അല്ല, NIA ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നിമിഷം ബന്ധത്തിന്റെ ഒരു പ്രശ്നവുമില്ല. എന്നോടല്ലേ ചോദിച്ചത്? അതെ സ്വരാജ്, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രശ്നമില്ല. ഇത് UAE-യെ തെറ്റിദ്ധരിപ്പിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ വശത്താക്കി ആരെങ്കിലും അയച്ചതാണെങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ പോരെ? അറ്റാഷെ ഉൾപ്പെടെയുള്ള ആളുകളെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതല്ലേ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മൊഴി എടുക്കായിരുന്നില്ലേ? മൊഴി എടുക്കാൻ ഇവർ പോയിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് വളരെ കൗതുകരായിട്ട് വന്ന വ്യക്തിപരമായിട്ടുള്ളൊരു ഇതായിട്ട് കരുതരുത് ദയവായി. ബഹുമാന്യനായ നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ വില ഇടിച്ചു കളയുകയാണ്. പണ്ട് ഇന്ധന വില വർധനവിനെ കുറിച്ച് വളരെ വിചിത്രമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഇപ്പോൾ അദ്ദേഹം പറയുന്ന വാദം എന്താണിത്? നമ്മളൊക്കെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ആംബുലൻസിൽ സ്വർണം കടത്തിയെന്നിരിക്കട്ടെ, നമ്മൾ എന്താ പറയുക? ആംബുലൻസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നല്ലേ പറയുക. അപ്പോൾ BJP നേതാവ് വന്നിട്ട് വാദിച്ചാലോ അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് ആണെങ്കിൽ അതിനുള്ളിൽ രോഗി ഉണ്ടാവും, രോഗിക്ക് പകരം സ്വർണം വെച്ചു, അപ്പോൾ അത് ആംബുലൻസ് അല്ല. ഇത് ദുരുപയോഗപ്പെടുത്തി തന്നെയാ പറയുന്നതേ. സ്വരാജ് കാണുന്നത് മന്ത്രി അത്ര നിഷ്കളങ്ക വാദം നടത്തിയെന്നാണോ? മന്ത്രിയുടെ ആ വാദം അതിൽ ഉറച്ചു നിന്നത് കേവലം നിഷ്കളങ്കമാണോ? അല്ല, മന്ത്രി തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഈ അബദ്ധങ്ങൾ പറയുന്നതായിട്ടൊക്കെ പ്രചരിപ്പിച്ച് അബദ്ധങ്ങൾ പറയുന്നതായിട്ടൊക്കെ നടിച്ച് സ്വയം കുറച്ച് പരിഹാസനാവാനൊക്കെ നിന്നു കൊടുക്കുന്നതിൻ്റെ പിന്നിൽ അതീവ ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുഖ്യപ്രതി, ആ പ്രതിയോട് ജനം TV-യുടെ കോർഡിനേറ്റർ എഡിറ്ററായിട്ടുള്ള ഈ കേന്ദ്രമന്ത്രിയുടെ അടുപ്പമുള്ള ആൾ എന്ന് പറയപ്പെടുന്ന ആൾ ആവർത്തിച്ചാവശ്യപ്പെട്ടത് ഇത് ഡിപ്ലോമാറ്റിക് ലഗേജ് അല്ല എന്ന് പറയണമെന്നാണ്. കേന്ദ്രമന്ത്രിയുടെ വാദം ഇവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതിൻ്റെ പിന്നിലാണ് ഗൂഢാലോചന.
ഇതിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ മുൻപോട്ട് പോയാൽ വൻ തലകൾ ഉരുളും. അങ്ങനെ പോകാനുള്ള നട്ടല് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്കുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട ആളാണ്, ഒരു സംശയമില്ല. തെറ്റിദ്ധരിപ്പിക്കല്ലേ ചെയ്യുന്നത്. ഞാൻ സിമ്പിളായി ചോദിച്ചില്ലേ, ഡിപ്ലോമാറ്റിക് ലഗേജ് അല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ കസ്റ്റംസിന് അത് തുറക്കാൻ എന്താണ് തടസ്സം? കേവലം സ്റ്റിക്കർ ഒട്ടിച്ചത് കൊണ്ട് മാത്രം ഒരു തടഞ്ഞു വെക്കില്ലല്ലോ അല്ലേ? അല്ല, എനിക്ക് മറുപടി ഉണ്ട്. യെസ്, ശിവൻകുട്ടി. അല്ല, ഇതിനകത്ത് വളരെ വ്യക്തമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സുരാജ് പറയുന്നത്. സുരാജെ, നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്ന വെട്ടിത്തനമൊന്നും അല്ല വി മുരളീധരൻ പറയുന്നത്. വി മുരളീധരൻ കൃത്യമായിട്ടാണ് പറയുന്നത്. വി മുരളീധരൻ പറയുന്നതിനൊന്നും ഒരു അവ്യക്തതയുമില്ല. സമ്മതിക്കുന്നില്ല. അല്ല, ഇത് ഞാൻ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, NIAയുടെ അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നതും എഴുതി കൊടുക്കുന്നതും മന്ത്രി പറഞ്ഞതേ അല്ല സർ. ഇതിപ്പരം ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? എന്റെ കയ്യിലിരിക്കുന്ന ഈ രേഖ ഇതാണല്ലോ അന്വേഷണ ഏജൻസി പറഞ്ഞത്. അല്ലല്ലോ, എത്രയോ തവണ ഇതിനു മുമ്പും. സാർ, ഞാൻ ഇടപെടുന്നു. ഈ സ്വപ്നയുടെ ജാമ്യ ഹർജി അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ ഘട്ടത്തിലും അവർ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ വിപുലമായി ഇന്ന് ഏതാണ്ട് 1, 2, 3, 4, 5ഓളം ഖണ്ഡികകളിൽ ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് അവർ. ശരത്തെ, ഞാൻ പറയുന്നു, വളരെ വ്യക്തതയാണ്. ഇക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള അവ്യക്തതയുമില്ല. ഞാനിത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇതിനകത്ത് UAE പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി, ഞങ്ങൾ അയച്ചതല്ല ഈ ബാഗേജ്. UAE പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് മുന്നോട്ട് വെച്ച ഗുരുതരമായ ഒരു ഗൂഢാലോചന താല്പര്യവും ഗൂഢാലോചനയും മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചല്ലോ. ഞാനത് പറഞ്ഞോട്ടെ. അതിന് മറുപടി ഇതിനകത്ത് വളരെ വ്യക്തമായി തിരുവനന്തപുരത്തെ കസ്റ്റംസ് ആ വിദേശകാര്യ വകുപ്പിനെ അറിയിക്കുന്നു 2020 ജൂലൈയിൽ. ഇവിടെ ഒരു സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നു ഈ കൺസൈൻമെൻറ്റ് UAEയിൽ നിന്ന് വന്ന ഈ കൺസൈൻമെൻറ്റ് തുറന്ന് പരിശോധിക്കാൻ പെർമിഷൻ ചോദിക്കുന്നു. ആ പെർമിഷൻ കൊടുക്കുമ്പോഴാണ് ഇത് നിൽക്കണം. ഇത് പരിശോധിക്കാൻ സ്വരാജിന്റെ ചോദ്യം ചോദിക്കട്ടെ. എന്താ ഒറ്റ ചോദ്യം, അങ്ങനെ അനുവാദം ചോദിക്കുന്നത് എന്തിനാണ്? ഡിപ്ലോമാറ്റിക് ലഗേജ് അല്ലെങ്കിൽ അനുവാദം ചോദിക്കുന്നത് എന്തിനാണ്? അതാണ് പിന്നെ സ്വരാജ്, ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന നിലയ്ക്കാണ് ഇവിടെ കള്ളക്കടത്ത് നടത്തുന്നത്. ഇവിടെ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന പേരിലാണ് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഈത്തപ്പഴവും ഈ പറയുന്ന ഖുറാനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന പരിരക്ഷ ഉപയോഗിച്ചാണ്. അല്ല, നിൽക്കണം. ആ പരിരക്ഷ ഉപയോഗിച്ചാണ് രക്ഷപ്പെടൽ. ആ പരിരക്ഷയെ അല്ല, നിൽക്കണം. പരിരക്ഷ ഉപയോഗിച്ചു നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, വ്യാജേന. ഞാൻ പറഞ്ഞോട്ടെ, ഇത് പൊളിച്ചതാരാ? കസ്റ്റംസ് പൊളിച്ചു. കസ്റ്റംസ് ആണ് ഇത്തരത്തിലുള്ള ഈ കള്ളക്കടത്തിന്റെ എല്ലാം പൊളിച്ചത്. കസ്റ്റംസ് ആണ്. ഈ പരിരക്ഷ എങ്ങനെയാണ് ലഭിച്ചതെന്ന് പറഞ്ഞാൽ സ്വരാജ് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഈ കസ്റ്റംസ് പിടിച്ചത് കൊണ്ടാണ് സ്വരാജ് ഈ ശിവശങ്കറും ഈ സ്വപ്നയൊക്കെ വേറെ വിഷയം. അതാണ് വിഷയം. അതൊന്നും ആരും മറന്നതല്ല. നമ്മൾ എത്രയോ നേരം പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ പുറത്തു പോകാൻ കാരണമായ ശ്രീ ശിവൻകുട്ടി NIA കൊടുത്ത ഡോക്യുമെന്റിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞത് തന്നെ പല്ലവി ആവർത്തിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ഈ നയതന്ത്ര അല്ല, ചർച്ചയ്ക്ക് ഘടകങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്, ചർച്ചയ്ക്ക് വിഷയങ്ങളുണ്ട്. അത് വേണം. നയതന്ത്ര പരിരക്ഷ എന്നാൽ എന്താണ് ശ്രീ ശിവൻകുട്ടി ഉദ്ദേശിക്കുന്നത്? അതാണ് സ്വരാജിന്റെ ചോദ്യം. നയതന്ത്ര പരിരക്ഷ. അല്ല, നയതന്ത്ര പരിരക്ഷയിലാണല്ലോ ഇത് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ കസ്റ്റംസ് എങ്ങനെ നടന്നു? അല്ല, നിൽക്കണം. കസ്റ്റംസ് കണ്ടുപിടിച്ചത് കൊണ്ടാണല്ലോ എന്റെ സ്വരാജ് ഇത് സ്വർണവും ഈ ഖുറാനും ഒക്കെ അനുസരിച്ചിട്ട് ഇന്ന് പറയുന്ന ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് എന്റെ സ്വരാജ് മാത്രം പറഞ്ഞാൽ പോരല്ലോ ചർച്ചയിൽ. ഇതിനകത്ത് ഇന്ന് പറയുന്ന ശിവശങ്കറും ഇന്ന് പറയുന്ന സ്വപ്ന സുരേഷും നിങ്ങളുടെ IT ഫെലോ അരുൺ ബാലചന്ദ്രനും ഒക്കെ പുറത്തായത് എങ്ങനെയാ? കസ്റ്റംസ് ഇത് കണ്ടുപിടിച്ചത് കൊണ്ടാണ്. തർക്കമില്ല, അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. നിൽക്കണം. NIAയും കസ്റ്റംസും കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് അത് വേറെ വിഷയം. ഈ അഴിമതി അടക്കം പുറത്തു വന്നത്. അല്ലാണ്ട് നിങ്ങളുടെ മന്ത്രിമാരൊന്നും പറഞ്ഞിട്ടല്ല. അതല്ലല്ലോ മന്ത്രിമാര് NIA പറഞ്ഞതിന് ശേഷം മാത്രമാണ് സ്വപ്നയായിട്ടുള്ള ചാറ്റും നിങ്ങളുടെ സ്പീക്കർ എന്താണ് സ്വരാജ്? ഒരു നിമിഷം എനിക്ക് അഡ്വക്കേറ്റ് നിയാസിലേക്ക് പോകാം. എന്നാണ് പറഞ്ഞത്. മനസ്സിലായി. എന്താണ് സ്വരാജ്? നമ്മൾ ബഹളം വെച്ചുകൊണ്ട് കാര്യങ്ങളിൽ നമ്മൾ തർക്കിക്കേണ്ടതില്ല. കസ്റ്റംസ് ആണ് ഇത് പിടിച്ചതെന്ന് അങ്ങ് പറഞ്ഞു.
സ്വർണം കള്ളക്കടത്ത് നടത്തിയാ പിടിക്കേണ്ടത് കസ്റ്റംസ് അല്ലേ? അല്ല, നിങ്ങൾ അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അവർ തന്നെയാണ് പിടിച്ചത്, അതുകൊണ്ടാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഈ നയതന്ത്ര പരിരക്ഷ എങ്ങനെ കിട്ടി? അതാണ് പ്രശ്നം. ഈ നയതന്ത്ര പരിരക്ഷ കിട്ടിയത് NIA പറയുന്നത് as per foreign privileged persons regulations of customs regulations of 1957 അത് പ്രകാരമാണ്. അതല്ലാതെ സ്വരാജ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടല്ല. മനസ്സിലായോ? സ്വരാജേ, ബാഗേജ് എന്ന വ്യാജേന കള്ളക്കടത്ത് നടത്തി. സ്വരാജ് ഇവിടെ സുതാര്യമായി നടന്നുകൊണ്ടിരുന്നു. സ്വരാജ് പറഞ്ഞാൽ ഒരു വ്യക്തതയുണ്ട്. ഏതെങ്കിലും ഒരു യാത്രക്കാരൻ വരുന്നു, ആ യാത്രക്കാരന്റെ പെട്ടിയിൽ നയതന്ത്ര ബാഗേജ് എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചുണ്ടാക്കിയെടുത്ത നയതന്ത്ര പരിരക്ഷയല്ല. അതിനൊരു വ്യക്തത NIAയുടെ ഇന്നത്തെ അഫിഡവിറ്റിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. കാമോഫ്ലാഗ്ഡ് ആസ് കേന്ദ്രമന്ത്രി ബാഗേജ് ടു ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. യെസ്, 1957 റൂൾസ് പ്രകാരമാണ്. അഡ്വക്കേറ്റ് നിയാസ്, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. മുരളീധരൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സ്വരാജ് ഉന്നയിച്ച ഒരു ഗൂഢാലോചനയുടെ ഒരു സംശയാസ്പദമായ സാഹചര്യമാണ് മന്ത്രിയിൽ ഉന്നയിച്ചത്. അതിന് അനുകൂലമായ അനുബന്ധമായ ചില വിവരങ്ങൾ കൂടി സ്വരാജ് പറഞ്ഞത് കേട്ടല്ലോ. NIA അതിന് വ്യത്യസ്തമായ വിരുദ്ധമായ നയതന്ത്ര ചാനലിലൂടെ നടത്തിയ കള്ളക്കടത്ത്, അതും നിരവധി തവണ UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ അടക്കം ഇതിൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്, മൊഴിയെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണത്തിൻ്റെ ഒരു തലം, ഗൗരവം മാറുന്നു എന്നതിൻ്റെ സൂചനയല്ലേ? തീർച്ചയായും. ഞാൻ അവിടേക്കാണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം സ്വർണ്ണക്കള്ളക്കടത്ത് അത് അതിൻ്റെ ഏതറ്റം വരെയും പോകണം. എവിടെ നിന്നുള്ള ആരെല്ലാം ഇതിൽ പങ്കാളിയാണ്? ഇത് നയതന്ത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട അറ്റാഷ് ഉൾപ്പെടെയുള്ള ഒരു പങ്കാളി ഉണ്ടോ? അന്വേഷിക്കണം. അന്വേഷിച്ചാലേ പുറത്ത് പറയാൻ പറ്റുള്ളൂ. മുരളീധരൻ എടുത്ത അഡ്വാൻസായി എടുത്ത മുൻകൂറായി എടുത്ത കേന്ദ്രമന്ത്രി എടുത്ത നിലപാടിനെ അഡ്വക്കേറ്റ് നിയാസ് കാണുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ഞാൻ ചോദിച്ചു, അന്വേഷണ ഏജൻസിക്ക് പറയാൻ പറ്റാത്ത കാര്യം എങ്ങനെ ഒരു കേന്ദ്രമന്ത്രിക്ക് പറയാൻ സാധിക്കുക? കേന്ദ്രമന്ത്രി ആണോ അന്വേഷിക്കുന്നത്? അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇവിടെ കൊടുത്തോ എന്ന് സംശയം. അദ്ദേഹത്തിന്റെ ധൃതി അത് സംശയാസ്പദമാണ്. അതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാണ് സ്വരാജ് പറയുന്നത്. അഡ്വക്കേറ്റ് നിയാസോ? ഞാൻ അതെന്നാ പറയുന്നത്, ഇവിടെ വളരെ വ്യക്തമാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർണ്ണക്കള്ളക്കടത്ത്, അത് നയതന്ത്രത്തിന്റെ പേര് പറഞ്ഞാലും അല്ലെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് കള്ളക്കടത്ത് തന്നെയാണ്. നയതന്ത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ട്, UAE സർക്കാരിന് പങ്കാളിത്തമുണ്ടോ, അറ്റാഷിക്ക് പങ്കാളിത്തമുണ്ടോ, അന്വേഷിക്കേണ്ടതുണ്ട്. അത് NIA പറഞ്ഞത് തന്നെയാണ്. അവർക്ക് അതിന് അനുസരിച്ച് അവർക്ക് ആവശ്യമായ 100%. എന്തിനാണ് നമ്മൾ അന്വേഷണ ഏജൻസിയെ നമ്മൾ സംശയിക്കേണ്ടത്? അന്വേഷണ ഏജൻസി ഔദ്യോഗികമായി കോടതിയിൽ കൊടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതിൽ BJP പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അറ്റാഷെ കുറ്റവാളിയാണെങ്കിൽ, മുരളീധരൻ കുറ്റവാളിയാണെങ്കിൽ, അത് ജലീൽ കുറ്റവാളിയാണെങ്കിൽ, മുഖ്യമന്ത്രി ഓഫീസ് കുറ്റവാളിയാണെങ്കിൽ അവരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരണമെന്നതിനാണ്. അതോടൊപ്പം എനിക്ക് ഒറ്റ ചോദ്യം കൂടി, ബഹുമാനപ്പെട്ട സ്വരാജ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. മിസ്റ്റർ സ്വരാജ്, അങ്ങ് ചോരച്ചാലുകൾ നീതി കടന്ന് ഇവിടെ വന്ന സമരത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അങ്ങ് ഇന്ന് കാണുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ സമരം ചെയ്യുന്നവർ, രാഷ്ട്രീയം എന്തോ ആവട്ടെ, ന്യായമോ അന്യായമോ ആവട്ടെ, പക്ഷേ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ തലക്കടിച്ച് തലപൊട്ടിക്കുന്ന, കണ്ണിനടിച്ച് കണ്ണ് പൊട്ടിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മർദ്ദന ഉപകരണങ്ങളായി പോലീസ് മാറുന്നതിന് അങ്ങേപോലെയുള്ള ഈ സമരത്തിൻ്റെ പ്രൊഡക്റ്റായി കടന്നു വന്നിട്ടുള്ള അങ്ങയുടെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അങ്ങയുടെ പ്രസംഗത്തിൽ അങ്ങ് ഉപയോഗിച്ച വാക്കുകൾ ഞാൻ പറയുന്നില്ല. അങ്ങ് ഇതിനെ യോജിക്കുന്നുണ്ടോ? പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങ് ഇതിനെ എതിർക്കാൻ? ഞാൻ ആ ചോദ്യം റിസർവ് ചെയ്യുന്നു, കാരണം സ്വരാജിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അതിന് വിശദീകരണം പറയട്ടെ. പക്ഷേ അതിനപ്പുറമുള്ള ഒരു നിലപാട്, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ഇതൊരു കോവിഡ് കാലമാണ്. ഇന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി ഇതിൽ വിശദമായി ഹർജിക്കാരോട് ചെന്നപ്പോൾ ചോദിച്ചു, കോടതി വിധി നിലനിൽക്കുന്നു, അത് ലംഘിക്കുന്ന സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിനെതിരായ കോടതിയുടെ വികാരം ഇന്നുണ്ടാകുന്നു. ഇപ്പോൾ എത്ര സ്ഥലത്താണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്ക് കോവിഡ് വന്നിട്ടുള്ളത്? എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. അത് കാണാതെ കേരളത്തിന് മുന്നോട്ട് പോകാവുന്ന ഒരു സമര രീതി വേണ്ടതുണ്ടോ? അതൊരു പൊതുവായ പ്രശ്നമാണ്. ഒറ്റ കാര്യം കൂടി പറയട്ടെ ശരത്തെ, അങ്ങ് പറയണത് ഏറ്റവും കൂടുതൽ കോവിഡ് ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസുകാരൻ ക്രൂരമായി കൊല ചെയ്ത ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ മൊത്തമായി ഇളകിയത് നമ്മൾ കണ്ടു. ഇവിടെ അതിനേക്കാൾ മോശമായി പോലീസ് ഉദ്യോഗസ്ഥർ അവരെ മുകളിൽ കടന്ന് അവർക്ക് തലക്കടിച്ച് അവരെ കൊല്ലാക്കൊല ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സമരത്തെ നേരിടുന്ന നടപടി, അതിനെതിരെ ജനങ്ങൾ തർക്കത്തിനില്ല. ഫ്ലോയിഡിന്റെ വിഷയത്തിനെതിരെ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്നാണ്. അത് കോവിഡിന്റെ തീവ്രതയ്ക്ക് എന്റെ ഓർമ്മയിൽ നിന്നാണ്. അങ്ങേക്കോട് പോലീസ് കാണിക്കുന്ന ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഒരു വിലക്കിന്റെ വിധി തന്നെ നിൽപ്പുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് സമരങ്ങൾ നടക്കുന്നത്. അതാണ് കോടതി ചോദിച്ചത്. അതങ്ങനെ നടക്കട്ടെ. ഞാൻ ചോദിച്ചത്
ചോദിച്ചത് ഫ്ലോയിഡിന്റെ വിഷയം എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. പെശകാണെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഒരു മടി എനിക്കില്ല. ഈ കോവിഡിന്റെ വ്യാപനത്തിന് മുമ്പാണ് അതിശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോയത് എനിക്ക് തോന്നുന്നു. അറിയില്ല. വെല്ലുവിളിയുടെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. എന്തിന് വെല്ലുവിളി? കൃത്യമായി അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പടർന്നു പിടിച്ച കാലത്താണ് ഉണ്ടായത്. എനിക്ക് സാന്ദർഭികമായി മറ്റേ പത്രങ്ങളൊക്കെ പറയുന്നത് വാൽകൃഷ്ണൻ പോലെ നമ്മളൊരു അമേരിക്കൻ മിറ്റിഗേഷൻ മോഡൽ വേണം എന്ന് വാദിച്ച ഒരു വലിയ ചർച്ചാ പ്രതലം നമ്മുടെ മുമ്പിലേക്കുണ്ട്. അതുകൊണ്ട് അമേരിക്ക നമുക്ക് പല കാര്യത്തിലും മോഡലാണെന്നാണല്ലോ പറയുന്നത്. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ഒരു ചെറിയ കാര്യം ഞാൻ ഈ സ്ഥലത്ത് പറഞ്ഞത്, കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടഭിപ്രായമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ഈ കോവിഡ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇവിടെ മുമ്പോട്ട് പോകുന്നത് ഇവിടെ കേരളത്തിൻ്റെ നിയമമന്ത്രിയാണ്. നിങ്ങൾക്കൊരു വെഞ്ഞാറമൂട് കൊലപാതകം നടന്നപ്പോൾ 5000 പേരെ നയിച്ചുകൊണ്ട് പങ്കെടുത്തത് കേരളത്തിലെ നിയമമന്ത്രിയാണ്. ഇത് ലംഘിക്കുന്നത് ആരൊക്കെയാണ്? മന്ത്രിമാരും ഇവിടത്തെ ഭരിക്കുന്നവരുമാണ് ആദ്യം ഇത് ലംഘിക്കപ്പെടുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഇന്ന് സ്വരാജിന്റെ സംഘടന, സ്വരാജ് നേരത്തെ ഭാരവാഹിയായിരുന്ന ഡിവൈഎഫ്ഐയുടെ സമരം ഇന്ന് നടന്നു. കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. CPM തന്നെ ദേശീയ തലത്തിലും അല്ലാതെ ഇവിടെയും ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് വീടുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ച് സത്യാഗ്രഹ സമരം നടത്തി. ഇത് കുറച്ചൊരു മര്യാദ വേണ്ടേ? ഈ കോവിഡ് കാലത്ത് ഇന്നത്തെ കണക്ക് എത്രയാണ്? ഇന്നലെ എത്രയാണ്? വലിയ സ്വർണ്ണ കള്ളക്കടത്തിനെതിരെ സമരം ചെയ്യാതിരിക്കൂ. അല്ല, സമരം ചെയ്യണം. സമര രീതിയെ കുറിച്ച് മാത്രമാണ്. ജനം ഇറങ്ങി, ജനം തെരുവിലാണ്. ഈ കോവിഡ് അല്ലെങ്കിൽ ജനം തെരുവിലാണ്. അപ്പൊ ഇങ്ങനെ സമരം ചെയ്താലേ ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാനാകൂന്നാണ് വിചാരിക്കുന്നത്. മന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം രാജിവെക്കുമന്ത്രി. അതൊക്കെ നിങ്ങളുടെ ബിസിനസ്. ഞാൻ പറഞ്ഞതല്ല. കോവിഡുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിന്റെ ഒരു ആകാംക്ഷയും ആശങ്കയും തന്നെയാണ് പങ്കുവച്ചത്. അഡ്വക്കേറ്റ് വിനീത് കുമാർ, ഞാൻ ഈ NIA-യുടെ റിമാൻഡ് റിപ്പോർട്ട്, ഈ രാഷ്ട്രീയ കോലാഹലത്തിന് നടുക്ക് അമർന്നു പോയൊരു അഭിഭാഷകനെ ഞാനിങ്ങനെ കാണുന്നുണ്ട് സ്ക്രീനിൽ. ഈ NIA-യുടെ ഇന്നത്തെ ഈ റിമാൻഡ് റിപ്പോർട്ട് താങ്കളത് വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന പരാമർശങ്ങൾ, അടുത്ത അന്വേഷണത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ്, അത് യഥാർത്ഥത്തിൽ ഈ കള്ളക്കടത്ത് വന്നത് എവിടെ നിന്ന്, അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന, ഇവിടെ കൈപ്പറ്റിയ ഗുണഭോക്താക്കൾ, അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ അതിനൊക്കെ ഇപ്പുറത്ത് കുറേ രാഷ്ട്രീയ വിവാദങ്ങളിലും താല്പര്യങ്ങളിലും ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുകയാണ്. NIA-യുടെ ഇന്നത്തെ ഈ റിമാൻഡ് റിപ്പോർട്ട് ആ നിലയിലേക്ക് അവരെ സ്വതന്ത്രമായി വിട്ടാൽ അവർക്ക് പോകാനാകും എന്ന് താങ്കൾക്ക് തോന്നിയോ? തീർച്ചയായിട്ടും. അത് കേന്ദ്രമന്ത്രി നാളിതുവരെ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് പറയുന്നതേ അല്ല NIA-യുടെ സ്റ്റാൻഡ് എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത്. അല്ല, ഞാനത് കേന്ദ്രമന്ത്രിയുടെ ആ ഒരു വിവാദത്തിലേക്ക് ഞാൻ വിവാദം വേണ്ട, വസ്തുത മാത്രം മതി. അല്ല, വസ്തുത അല്ല. കാരണം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ വിവാദം ഇവരൊക്കെ ഏറ്റെടുത്തോട്ടെ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആ ഒരു റിമാൻഡ് റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് യഥാർത്ഥത്തിൽ ആ NIA ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനകത്ത് എന്തെങ്കിലും ഇതിനകത്ത് പങ്കാളികൾ ഉണ്ടായിട്ടുണ്ടോ, അതിലേക്കൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൂടാതെ മറ്റ് വളരെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യയിലും വിദേശത്തും. അതെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല സ്പെസിഫിക് ആയി UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെന്നും പറയുന്നുണ്ട്. അതിൽ ഈ അറ്റാഷെ വരും, കോൺസുലേറ്റ് ജനറൽ വരും, താഴോട്ട് വരുന്നവരെല്ലാം വരും. അപ്പോൾ അതിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പോയി അതിനകത്ത് ആവശ്യമായ വിവരങ്ങൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നടക്കുന്ന പല കോലാഹലങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ അത് ഇവോപ്പറേറ്റ് ചെയ്ത് പോകാനും സാധ്യത. കോലാഹലത്തിന് താല്പര്യമുള്ളതുമല്ല നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയം. ഇതിലെ ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രതിയാണെന്നാണ് A1 A2 അതെ A3 ഫൈസൽ ഫരീദ്. അയാളെ ബ്ലൂ കോർണർ നോട്ടീസ് വെച്ച് വിവരങ്ങൾ ശേഖരിക്കാനല്ലേ കഴിയൂ? അല്ല, അതിനകത്തൊരു ചെറിയൊരു വ്യത്യാസമൊണ്ട്. ഇപ്പം സാധാരണ രീതിയിൽ പ്രതിസ്ഥാനത്തായി കഴിഞ്ഞാൽ മാത്രമേ റെഡ് കോർണർ നോട്ടീസ് വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇന്റർപോൾ വഴി ഇവിടെ കൊണ്ടുവരാൻ. 1 മാസത്തിലേറെ പ്രതിയാണ്. അല്ല, ഒന്നല്ല, എന്നിട്ട് ഒരു വാറണ്ട് വേണം. ഒന്ന്, ഈ കേസിനകത്ത് റെഡ് കോർണർ നോട്ടീസ് നടപടികളിലേക്ക് തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഒരു NIA പോലുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക്, അതാണ് ശരത്തെ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ രീതിയുടെ ഒരു പ്രത്യേകത. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാം പ്രതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് അയാളെ പ്രതിസ്ഥാനത്തേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ അന്യരാജ്യത്തുണ്ടെന്ന് പറഞ്ഞ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു NIA ചാർജ് ചെയ്തിരിക്കുന്ന കേസിലെ മൂന്നാം പ്രതിയാണല്ലോ. അതായത് ഒരു സസ്പീഷൻ ഉണ്ടെങ്കിൽ പോലും ഒരാളിനെ പ്രതിയാക്കാമെന്നാണ് നിയമം പറയുന്നത്. ഇത് സസ്പീഷൻ അല്ല, കാരണം ഇയാളുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ബോധ്യപ്പെട്ടതാണ്, മറ്റ് പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനമുണ്ട്. അത് പോരാ, ഒരു പ്രതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധ്യപ്പെട്ടാൽ പോരാ. കോടതിയെ ബോധ്യപ്പെടുത്താൻ തക്ക രീതിയിലുള്ള തെളിവ് വേണം. അത് വേണം, നിശ്ചയമായും. ആ തെളിവിലേക്ക് വേണ്ടിയിട്ട് ഒരു ഈ പറഞ്ഞ രീതിയിൽ ബ്ലൂ കോർണർ നോട്ടീസ് വെച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം, ബ്ലൂ കോർണർ നോട്ടീസ് വെച്ച് കൊണ്ടുവരാനാകുമോ?
തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. കാരണം അത് ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഹോം ഡിപ്പാർട്ട്മെന്റ് വഴി അത് അതിനുള്ള പ്രൊസീഡിങ്സ് നടത്തി കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതിന് അല്ല, അവിടെ പ്രതികളെ കൈമാറാനുള്ള കരാർ നിൽക്കുന്ന രാജ്യമാണ്. അത് റെഡ് കോർണർ നോട്ടീസ് ഇല്ല, ബ്ലൂ കോർണർ നോട്ടീസ് വെച്ച് വിവരങ്ങൾ ശേഖരിക്കാനല്ലേ കഴിയുമെന്നൊരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എഗ്രിമെന്റ് ഉണ്ട്, എഗ്രിമെന്റ് ഉണ്ട്. അത് അടക്കം നിൽക്കെ ബ്ലൂ നോട്ടീസ് എന്ന് വന്നാൽ വിവരശേഖരണത്തിനപ്പുറത്തേക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാധ്യത അതിലുണ്ടോ? ഇന്റർപോളിനാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റർപോളിന് അവരെ കൊണ്ടുവരാനായിട്ട് ഇന്റർപോളിന് വന്നിട്ട് CBI മുഖാന്തരം ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇവിടെ എന്താണ് പറയാൻ കഴിയും? ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായും NIA-ക്ക് അധികാരം കൊടുത്താൽ തീർച്ചയായും ഇന്ത്യയും UAE-യും തമ്മിൽ ഇതുപോലെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന കുറ്റവാളികളെ ഇന്ത്യയിൽ എത്തിക്കുന്ന ഉത്തരവാദിത്തം UAE-ക്കുണ്ട്. അത് ബാധ്യതയാണ്, നയതന്ത്ര ബാധ്യതയാണ്. ആ ബാധ്യത പ്രകാരം പൂർണ്ണമായും അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ ആരൊക്കെ കുറ്റവാളികളാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കാം, അത് ഏത് തരത്തിലുള്ള അറ്റാക്ഷ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളാണെങ്കിൽ അത് ഒരുപക്ഷെ ഇന്ത്യയിലെ കോടതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അന്താരാഷ്ട്ര കോടതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകേണ്ട കേസാണെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകണം. ഇത് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ലൂപ്പ് ഹോൾ ഉണ്ടാകാൻ പാടില്ല. അന്വേഷണ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകണം. സ്വരാജ്, ഇപ്പോൾ നമ്മൾ ഈ ഓഗസ്റ്റ് 1-ന് ഈ കേസ് വരുന്നു. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾ, മാസങ്ങൾ പിന്നിടുമ്പോഴും ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ദാറ്റ് ദ അബ്സ്കോണ്ടിങ് അക്യൂസ്ഡ് ഫാസിൽ ഫരീദ് A3 എന്നാണ് NIA-ക്ക് പറയാനാവുന്നത്. ഇതുവരെ ആ നിലയിൽ UAE-യിലേക്ക് അന്വേഷണം കൃത്യമായി പോകാനായിട്ടില്ല. അയാളെ പിൻ പോയിന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ പാസ്പോർട്ട് മരവിപ്പിച്ചു എന്ന നിലയിലൊക്കെയുള്ള വിവരങ്ങൾ മാത്രമാണ് വന്നത്. ഏത് നിമിഷവും കൊണ്ടുവരാം എന്ന് പറയുമ്പോഴും അയാൾ എവിടെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും നടപടികളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് മാത്രമേ NIA-ക്ക് പറയാനാവുന്നു. ആ നിലയിലുള്ളൊരു ഫ്രീ ഹാൻഡ് NIA-ക്ക് കിട്ടാനുള്ളൊരു സാഹചര്യം എത്രമാത്രമുണ്ട്? മുമ്പ് പറഞ്ഞതുപോലെ ഇടപെടൽ, അന്വേഷണ ഏജൻസിയെ നിയന്ത്രിക്കൽ, അതിൻ്റെ സാഹചര്യം കൂടാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കാരണം NIA വളരെ കൃത്യമായി ഇതൊരു നയതന്ത്ര ബാഗേജിലൂടെ എന്ന നിലയിൽ തന്നെയാണ് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കള്ളക്കടത്തിനെ. NIA ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണം സംബന്ധിച്ച സൂചന നോക്കിയാൽ അവർ ശരിയായ ദിശയിൽ പോകുന്നുവെന്നാണ് തോന്നുന്നത്. പക്ഷേ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ പിന്തുണ കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ കൊടുത്തതായിട്ട് കാണുന്നില്ല. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ മുൻപിലുണ്ട്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അവസാനിപ്പിക്കണമെന്നോ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണമെന്നോ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുക ഇത് കാണുമ്പോൾ. അതോടൊപ്പം ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് ഇവിടെ എന്നോട് ചോദ്യം ചോദിച്ചതിനോട് ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങ് മറുപടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ ചർച്ചയിൽ അത് അങ്ങനെ പറയേണ്ടി വരുമെന്ന് കരുതിയില്ല. പക്ഷെ അദ്ദേഹം കേരളത്തിലെ പോലീസ് നടപടികളെക്കുറിച്ച് ചോദിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അങ്ങയെപ്പോലെ വിദ്യാസമ്പന്നരായ കോൺഗ്രസ് നേതാക്കന്മാർ ഈ സമരത്തെ പിന്തുണയ്ക്കരുത്. ഇത് സർക്കാരിനെതിരായ നിങ്ങളുടെ സമരം ചെയ്യാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാനല്ല. കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു കാലത്ത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് ഞങ്ങളൊരു വലിയ സമരം കേരളത്തിൽ ഏറ്റെടുത്ത് നടത്തിയ ഘട്ടത്തിലാണ് സുനാമി ആഞ്ഞടിച്ചത്. അന്ന് ഞങ്ങൾ നിർത്തി ആ സമരം, താൽക്കാലികമായി നിർത്തിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഞങ്ങളും LDF-ഉം അന്ന് തീരുമാനിച്ചു. ആ സമരം ഞങ്ങൾ അവിടെ നിർത്തുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിർത്തണമെന്നല്ല, നിങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമരം ചെയ്യൂ എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് ആഹ്വാനം ചെയ്യല്ലേ അങ്ങ് ചെയ്യേണ്ടത്. എന്നിട്ട് അങ്ങ് എന്നോട് ചോദിക്കുന്നു പോലീസ് നടപടിയെക്കുറിച്ച്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ചില അനുഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണോ അടി? ഞങ്ങൾക്കൊരിക്കലും മഷിക്കുപ്പിയുമായി പോകേണ്ടി വന്നിട്ടില്ല. ഞാൻ ഓർക്കുന്നു, അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, ഞങ്ങൾ സമരം നയിച്ച കാലത്ത് ഇലക്ട്രിക് ലാത്തി കൊണ്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. സാധാരണ ലാത്തിയല്ല, ഇലക്ട്രിക് ലാത്തി. അങ്ങ് ഓർക്കുന്നില്ലേ അന്നത്തെ അനുഭവം? ഡൈമാർക്കറും പ്ലാസ്റ്റിക് പല്ലറ്റും ഉപയോഗിച്ചൊരു കാലം മറന്നു പോകരുത്. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു, തിരുവനന്തപുരത്തൊരു സമരത്തിൽ നമിത എന്നൊരു പെൺകുട്ടി 2 കാലും ഗ്രനേഡ് ആക്രമണത്തിൽ തകർന്ന് പ്ലാസ്റ്റർ ഇട്ട് അവരെ സ്ട്രെച്ചറിൽ കിടത്തിയാണ് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുവരുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ട്രെച്ചറിൽ കടന്നുകൊണ്ട് പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടി പരീക്ഷ എഴുതി കേരള യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് വാങ്ങിയത് ഞാൻ അന്ന് ഓർക്കുന്നു. എത്ര അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ വേറൊരു കഥ കൂടി അങ്ങോട്ട് പറയാം. അങ്ങ് കോഴിക്കോടാണല്ലോ. ഞങ്ങളൊക്കെ കോഴിക്കോട് കൗൺസിലിംഗ് ഉപരോധ സമരം നടത്താൻ വേണ്ടി വന്നു. ഞങ്ങളെ അന്ന് പോലീസ് കൈകാര്യം ചെയ്തത്, ലൈവായി സംപ്രേഷണം ചെയ്തത് അന്ന് ഇന്ത്യ വിഷൻ ചാനലായിരുന്നു. അന്ന് ഞങ്ങളെ കോഴിക്കോട്ടെ പോലീസ് കൈകാര്യം ചെയ്ത ദൃശ്യം ടെലിവിഷൻ ചാനലിലൂടെ ലൈവായി കണ്ട വടക്കാഞ്ചേരിയിലെ ചിറ്റണ്ട എന്ന പ്രദേശത്തെ ഗ്രാമീണ വായനശാലയിൽ TV കണ്ടുകൊണ്ടിരുന്ന മംഗളം വിജയൻ, അന്ന് അവിടുത്തെ അങ്ങയുടെ പാർട്ടി പ്രവർത്തകരോട് അന്വേഷിക്കണം. ആ കാഴ്ച കണ്ടിട്ട് അദ്ദേഹം അവിടെ ഹൃദയം പൊട്ടി മരിച്ചു. അറിയോ നിങ്ങൾക്ക്?
എത്ര അനുഭവം കേരളത്തിലുണ്ടെന്നറിയോ? അതുകൊണ്ട് അങ്ങ് മുൻ ഈ ആലത്തൂർ MP ആയിരുന്ന പോലീസ് പി. കെ. നരനായാട്ടിനെ ബിജുവിനെ അംഗീകരിക്കുകയാണോ? പറയട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അങ്ങ് അംഗീകരിക്കുകയാണോ? അല്ല, പറഞ്ഞ് അതാണ് അവസാനിപ്പിക്കട്ടെ. അറിയേണ്ടത്. Yes, yes. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒഴിവാണ്. ചോദിച്ചോളൂ. ബഹുമാന്യനായ നേതാവെ, ദയവായി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്ലീസ്, ഇത്രയും അല്ലല്ല, അസഹിഷ്ണുത കാണിക്കരുത്. അവസാനിപ്പിക്കട്ടെ. പറയുമ്പോൾ അവസാനിപ്പിക്കട്ടെ. ഇടയ്ക്കൊരു ചോദ്യം. ദയവായി സ്വരാജ്, കേൾക്കൂ. ഒരു നിമിഷം, ഒരു നിമിഷം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു നിമിഷം, ഒരു നിമിഷം. അങ്ങ് ഇത് കേൾക്കണം. സമയമില്ല, ഒരു അങ്ങ് ഇത് നിമിഷം. കേൾക്കണം. ഞാൻ ഒറ്റ അങ്ങ് ഇത് നിമിഷം. കേൾക്കണം. അതായത് ഇത്രയും അല്ലല്ല, ഞാൻ വഴങ്ങില്ല. ഇതിൽ ഞാൻ വഴങ്ങില്ല. സാർ പറയൂ, ഇതിൽ ഞാൻ വഴങ്ങില്ല. ചോദിച്ചോളൂ. പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞോളൂ. സ്വരാജ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞോളൂ. നിങ്ങളുടെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പെൺകുട്ടികൾ സമരം ചെയ്യുമ്പോൾ, സ്ത്രീകൾ പറയട്ടെ, സമരം ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പുരുഷ പറഞ്ഞോളൂ. പോലീസിനെ വെച്ച് ശരി ആക്രമിക്കുന്ന ശരി ശരി ഇതാണ് അദ്ദേഹത്തിന്റെയും പരാതി. നേരത്തെ ഞാൻ നിയാസ് പറയട്ടെ, പറഞ്ഞു ഞാൻ കഴിഞ്ഞു. പറയട്ടെ. പൂർത്തിയാക്കാം. ഞാനിപ്പോ ശരി ശരി ശരി. ഞാൻ പറഞ്ഞത് ആലത്തൂർ MP ആയിരുന്ന പി. കെ. ബിജു, ഞാനിപ്പോഴും ഓർക്കുന്നു, സമരമുഖത്തല്ല, പി. കെ. ബിജുവിനെയും മുരളീധരനെയും ഒക്കെ സമരമുഖത്തു നിന്ന് പിടിച്ച് മൃഗീയമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി വരുമ്പോൾ വിലങ്ങണിയിച്ചിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി പരീക്ഷാ ഹാളിലേക്ക് വിലങ്ങണിഞ്ഞ കയ്യുമായി നടന്നു വരുന്ന പി. കെ. ബിജുവിന്റെ ചിത്രം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഈ എറണാകുളത്ത് വളഞ്ഞിട്ട് അടിച്ച് ലാത്തി ഒടിയുന്നത് വരെ അടിച്ചു. അവസാനം കേസെടുത്തപ്പോൾ ഒരു വകുപ്പ് കൂടി ചേർത്ത് വക്കീലെ, നിങ്ങൾ കേൾക്കണം. സമരങ്ങളൊന്നും ഞങ്ങൾ പറയട്ടെ, പറയട്ടെ. സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. ദയവായിട്ട് ദയവായിട്ട് യൂണിവേഴ്സിറ്റി അടിച്ചു പൊളിച്ചത് നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കാതിരുന്നാൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കും. സ്വരാജ്, അതുകൊണ്ട് അത് ഇവര് ചോദിക്കുന്നത് ദയവായി സഹിഷ്ണുത കാണിക്കൂ. ഇവര് പറയുന്നത് ഇപ്പോഴത്തെ നരനായാട്ടിനുള്ള ന്യായീകരണമാണോ സ്വരാജ് ഈ പറയുന്നത് എന്നുള്ളതാണ് അവരുടെ പരാതി. അത്രേ ഉള്ളൂ. പൂർത്തിയാക്കും. നോക്കൂ, ഒരു കോൺഗ്രസിന്റെ നേതാവ് ഇങ്ങനെ അസഹിഷ്ണുനാവല്ലേ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഞങ്ങളെ അടിച്ചു എന്നുള്ള പരാതിയല്ല പറഞ്ഞത്. ഒരക്രമവും കാണിച്ചിട്ടല്ല അടിച്ചത്. അടിച്ച് ലാത്തി ഒടിഞ്ഞതിന് ശേഷം പോലീസ് അന്ന് കേസെടുത്തപ്പോൾ കാണിച്ച ഒരു ഹീനമായ നടപടി ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ. എന്തായിരുന്നു അറിയോ, ജാമ്യം കിട്ടാതിരിക്കാൻ പൊതുമുതൽ നശിപ്പിച്ചു എന്നൊരു വകുപ്പ് എഴുതി ചേർത്തു. പക്ഷെ ഞങ്ങൾ ഒരു പൊതുമുതലും നശിപ്പിച്ചില്ല. അപ്പൊ പോലീസ് കണ്ടുപിടിച്ചു, പോലീസിന്റെ ലാത്തി ഒടിഞ്ഞിരിക്കുന്നു. ലാത്തി പൊതുമുതലാണ്. ആ ലാത്തി ഒടിയാൻ കാരണം ഞങ്ങളുടെ ശരീരമാണ്. അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കൽ നിയമം എടുത്തവരാണ് നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞതെല്ലാം കേരളത്തിന്റെ ചരിത്രമാണ്. ആ രൂപത്തിലൊരു ആക്രമണം ഇപ്പൊ ഉണ്ടോ? ഇപ്പം നിങ്ങൾ അടി ചോദിച്ചു വാങ്ങല്ലേ ചെയ്യുന്നത്, എന്നിട്ട് മുറിയാതിരുന്നുകൊണ്ട് മഷിക്കുപ്പിയായിട്ട് പോവല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ കേരളം കാണുന്നില്ലേ? കോവിഡ് കാലത്ത് മഷിക്കുപ്പിയുമായി പോയിട്ട് ബഹളം ഉണ്ടാക്കുക. ഞാൻ ഇന്ന് കണ്ട ഒരു ദൃശ്യം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പോലീസുകാർ ചുറ്റും നിന്ന് കെഞ്ചുന്നു, യാചിക്കുന്നു. അതാണ് ജയിലിട്ടതാണ് നിങ്ങൾ. ശരി, കേസില് വെറും 50 രൂപ നിയാസ്, അത് ആ കണക്കുകൾ തൽക്കാലം മാറ്റിവെക്കാം. ഒറ്റ പോയിന്റ് മാത്രം ഞാൻ എടുത്തുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് സ്വരാജ് പറഞ്ഞത് പൂർത്തിയാക്കിക്കോളൂ. അതായത് സുനാമി കാലത്ത് സമരങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചു നിന്നതുപോലെ ഏത് രാഷ്ട്രീയ വിമർശനങ്ങളും എതിർപ്പുണ്ടെങ്കിലും ഈ കോവിഡ് കാലത്ത് ഈ രീതിയിലുള്ള സമരം മാറ്റിവെക്കണം. ഞങ്ങൾ ഹൈക്കോടതി പറഞ്ഞ സമയത്ത് ഞങ്ങൾ നിർത്തിവെച്ചു. ഇപ്പോഴും ആ വിധി നിൽക്കുകയാണ്. സ്വരാജ്, ആ വിധി ഇപ്പോഴും നിൽക്കുകയല്ലേ? ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉണ്ടാകും. വരുന്ന ആളുകളിൽ കേരളം കാണാൻ പാലിച്ചൂടെ? കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചൂടെ? കേരളത്തിലെ ജനങ്ങളെ കൊല്ലണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാലിക്കാം. നിങ്ങൾ സമരരംഗത്ത് ചെയ്യൂ. ശ്രീ ശിവൻകുട്ടി, സമരരംഗത്ത് നിങ്ങളത് ചെയ്യൂ. നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവരും കോവിഡ് നിയമം പാലിക്കണം. എല്ലാവരും കോവിഡ് നിങ്ങളുടെ മന്ത്രി ബാലനടക്കം മന്ത്രി ബാലൻ 5000 നേരത്തെ പറഞ്ഞതാണ്. സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സ്വരാജ് എന്ത് പറയും? എല്ലാവരും കോവിഡ് നിയമം പാലിക്കണം എന്ന് പറയുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദയവായി അങ്ങ് മരണാനന്തര ചടങ്ങ് രാഷ്ട്രീയ പാർട്ടി ആഹ്വാനം ചെയ്താണെന്ന് പറയരുത്. അത് ചുറ്റുവട്ടമുള്ള ആളുകൾ വരുന്നതാണ്, അതും നിയന്ത്രിക്കണം. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ല. അത് മാത്രം അങ്ങ് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയുടെ അവസാനം വന്നതാണ്. സുനാമി കാലത്ത് കേരളം കാട്ടിയ ഒരു മാതൃകയുണ്ട്. സമരങ്ങൾ മാറ്റിവെച്ച് ആ കാലത്ത് നിന്നതുപോലെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സമരങ്ങൾക്കൊരു മാതൃകയാവേണ്ടേ കേരളം എന്നൊരു ചോദ്യം ബാക്കിയാവുന്നു. വിഷയം മറ്റൊന്നായിരുന്നു. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സമരവും രാഷ്ട്രീയ വിചാരണയും കേരളത്തിൽ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ന്യൂസ് ആൻഡ് വ്യൂസ് അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചത്. എല്ലാവർക്കും വളരെയധികം നന്ദി ഞങ്ങളുമായി സഹകരിച്ചതിന്. നമസ്കാരം.